നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് മുൻകൈയെടുത്ത പിണറായി സർക്കാർ പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തുന്നതിനെ ചോദ്യം ചെയ്ത് ബിജെപിയും പരിവാർ സംഘടനകളും. ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ട് രാഷ്ട്രീയ നാടകമെന്നാണ് ആക്ഷേപം. ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനം കൂടിയപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേറ്റ തിരിച്ചടി മറികടക്കാനുള്ള അടവ് നയത്തിന്റെ ഭാഗമായാണ് അയ്യപ്പന്മാർക്കെന്ന പേരിൽ ശബരിമലയിൽ സംഗമം നടത്തുന്നതെന്ന വിമർശനം ഇപ്പോൾ ശക്തമാക്കുകയാണ് ബിജെപി. ദേവസ്വം ബോർഡാണോ സർക്കാരാണോ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നതും തർക്ക വിഷയമാണ്. ദേവസ്വം ബോർഡെന്ന് മുഖ്യമന്ത്രി. അങ്ങനെയെങ്കിൽ എം.കെ. സ്റ്റാലിനെ ക്ഷണിക്കാൻ ദേവസ്വം മന്ത്രി പോയതും മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പ്രഖ്യാപനം നടത്തുന്നതും ചോദ്യം ചെയ്യപ്പെടുകയാണ്. അയ്യപ്പനെ സ്വന്തമാക്കാനോ CPM നീക്കം? ശബരിമലയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ്ടും ഒരു രാഷ്ട്രീയ പോരിലേക്ക് നീങ്ങുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഡിബേറ്റിൽ ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ MS വേണുഗോപാൽ എന്നിവരാണ് ചേരുന്നത്. ഇന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയ നാടകമാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ശബരിമലയുടെ പേരിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ് സർക്കാരും CPM-ഉം എന്നാണ് BJP-യുടെ ഇപ്പോഴത്തെ വിമർശനം. നേരത്തെ പരിവാർ സംഘടനകൾ ഇക്കാര്യം ഉന്നയിച്ചതാണ്. ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടനകൾ കടുത്ത വിമർശനം സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ളതാണ് ഈ വിഷയത്തിൽ. വിശ്വാസികളല്ല അയ്യപ്പ സംഗമത്തിന്റെ പിന്നിലെന്നും നേരത്തെ സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറുന്നതിനുള്ള അനുവാദം നൽകിയ സർക്കാർ തന്നെയാണ് ഇപ്പോൾ അയ്യപ്പന്മാരുടെ പേരിൽ വോട്ട് തട്ടുന്നതിന് വേണ്ടിയുള്ള ഈ രാഷ്ട്രീയ നാടകം കളിക്കുന്നത് എന്നുമാണ് ആരോപണം. ഇതേക്കുറിച്ച് ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. ഇത് ആരെ വിഡ്ഢിയാക്കാനാണ് അദ്ദേഹം പറഞ്ഞത്? ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ എന്താണ്? ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ ചെന്നൈ പോകേണ്ടത്? പിന്നെ എന്തിനാണ് സ്റ്റാലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്? സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പൻ ഭക്തനായത്? ഇത് രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. 4 മാസം ഇലക്ഷന് മുമ്പ് ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറയുന്നു. ആ അയ്യപ്പ സംഗമം, അയ്യപ്പ ഭക്തന്മാർ വരുന്ന സ്ഥലത്ത് ഹിന്ദുവിന്റെ എതിരെ ഹിന്ദു വൈറസാണെന്ന് പറഞ്ഞ DMK സ്റ്റാലിനും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച CPM മുഖ്യമന്ത്രി അവിടെ പോവാൻ പാടില്ല. കാരണം അതൊരു അപമാനമാണ് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. ഇതാണ് BJP-യുടെ വിമർശനത്തിന് കാരണമായിരിക്കുന്നത്. സർക്കാരും ദേവസ്വം ബോർഡും ഇവിടെ രാഷ്ട്രീയം കളിക്കുകയാണ്. ദേവസ്വം ബോർഡിനെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയുടെ പേരിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ശ്രീ റെജി ലൂക്കോസ്, എന്താണ് ഇതിനുള്ള മറുപടി? ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇത് പറയുന്നു. നേരത്തെയും BJP-യുടെ നേതാക്കൾ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് മുഖ്യമന്ത്രിയുടെ മറുപടിയും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് പറഞ്ഞത് രാഷ്ട്രീയം കളിക്കുന്നത് BJP-യും സംഘപരിവാർ സംഘടനകളും ആണെന്ന്. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം? അല്ല മഞ്ജുഷ, ഇതിനകത്ത് എന്താണ് രാഷ്ട്രീയം ഉള്ളത്? ശബരിമലയുടെ പ്രാധാന്യം തിരിച്ചറിയാൻ പറ്റാത്ത രാഷ്ട്രീയ വിവരക്കേട് കൊണ്ടാണ് വാസ്തവത്തിൽ രാജീവ് ചന്ദ്രശേഖരും BJP-യും ഈ അന്തർദേശീയ തലത്തിൽ തന്നെ പ്രശസ്തിയിലേക്ക് കുതിച്ചു വരാനുള്ള ഒരു ഓപ്പൺ വേദിയായ ഈ പറയുന്ന ശബരിമല തീർത്ഥാടനത്തിന്റെ ഈ സംഗമം നടത്തുന്നത്. അതിനെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ശബരിമല എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടെയോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സ്വന്തമാണോ? ശബരിമല എന്ന് പറയുന്നത് യൂണീക്ക് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്ര. അവിടെ എല്ലാ ജാതിമതത്തിൽപ്പെട്ട ആളുകൾ വരുന്നുണ്ട്. കേരളത്തിന്റെ ഏറ്റവും വലിയ മത്സ്യഭാരതത്തിന്റെ ഒരു സംഗമവും ഭൂമിയാണ് ശബരിമല എന്ന് പറയുന്നത്. അത് നമ്മുടെ ഐശ്വര്യമാണ്, നമ്മുടെ അന്തസ്സാണ്, ലോകത്തിന് മുമ്പിൽ അഭിമാനമാണ് ശബരിമല. ആ ശബരിമലയെ കുറിച്ചുള്ള ഒരു സംഗമം, അതിനൊരു തീർത്ഥാടന സംഗമം അല്ലെങ്കിൽ അതിനോട് ഇഷ്ടപ്പെടുന്നവരുടെ സംഗമം അന്തർദേശീയ തലത്തിൽ വിളിച്ചു കൂട്ടി അതിന്റെ പ്രാധാന്യങ്ങൾ എന്താ പറയുക ലോകവ്യാപകമായിട്ട് പ്രചരിപ്പിക്കാൻ ഒരു സ്പിരിച്വൽ തീർത്ഥാടന കേന്ദ്രം അതിനെ വളർത്തിയെടുക്കാനും കേരള സർക്കാർ നൽകുന്ന ഈ വലിയ യുണീക്കായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള സേവനത്തെ, ഈ പ്രവൃത്തിയെ സത്യത്തിൽ BJP-ക്കാർ പ്രകൃതിക്കല്ലേ ചെയ്യേണ്ടത്? അതല്ലേ അവർ ചെയ്യേണ്ടത്? അവരാണ് ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്നത്. രാഷ്ട്രീയ പാപ്പരത്തത് വന്നല്ലാണ്ട് എന്ത് പറയാനാണ്? രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളോട് ഇത്തരം കാര്യങ്ങൾ BJP-യിൽ ആരെങ്കിലും ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ഉദാഹരണം പറയാറുള്ളൂ. ശബരിമല പ്രശ്നത്തിൽ സുപ്രീം കോടതി വിധിക്ക് ശേഷം അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ഈ ഹിന്ദു ഐക്യവേദിയും അതുപോലെ തന്നെ ഈ ഹിന്ദുത്വ തീവ്രവാദികളും കുറെ കോൺഗ്രസ്സുകാരനാണ് കൂടി വാസ്തവത്തിൽ അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പിൽ ഒന്ന് കോന്നി ഉൾപ്പെടെയുള്ള സ്ഥലത്ത്, വട്ടിയൂർക്കാവ്, പാലാ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതാരാ?
LDF സർക്കാർ ജയിച്ചത്. സുപ്രീം കോടതി വിധിയെ മാനിക്കാൻ വേണ്ടി മാത്രം എടുത്ത നടപടികൾ മാത്രമല്ല. സുപ്രീം കോടതി വിധിയെ പിന്നെ അതൊരു നിയമമാണ്, അതിനെ ധിക്കരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന് പക്ഷെ അതിനുശേഷമുള്ള ഒരു വിലയിരുത്തൽ CPM നടത്തിയതാണ്. അത് താങ്കൾ മറന്നു പോവുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല, അതിന് മുൻപത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ കനത്ത തോൽവി അതിനൊരു പ്രധാന കാരണമായി വിലയിരുത്തിയത് CPM തന്നെ വിലയിരുത്തിയ കാര്യമാണ്, LDF വിലയിരുത്തിയ കാര്യമാണ് ശബരിമലയിലെ ആ കടുംപിടുത്തം. സുപ്രീം കോടതി വിധി ഉടൻ തന്നെ നടപ്പാക്കണം എന്നുള്ള സർക്കാരിന്റെ തീരുമാനം, അവിടെ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചത്, സന്നിധാനത്ത് കൊണ്ടുവന്നത്, ഈ കാര്യങ്ങളൊക്കെ തിരിച്ചടിയായിട്ടുണ്ട് എന്ന്. അതിനുശേഷമാണല്ലോ ആ നിയമ നടപടികൾക്ക് സർക്കാർ സമ്മതം മൂളുകയും അപ്പോൾ അവിടെ ഒരു മൃദു സമീപനം സ്വീകരിക്കാൻ തയ്യാറായതും. അതുവരെ കടുംപിടുത്തമായിരുന്നു. അപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് അന്ന് തൊട്ട് സർക്കാരിന് മനസ്സിലായി തുടങ്ങി. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ കളിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് ഹൈന്ദവ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട്. അതുതന്നെയാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ശ്രീ റെജി ലൂക്കോസ്. അല്ല മഞ്ജുഷ, അങ്ങനെയാണെങ്കിൽ 2024 സംഭവിച്ചതെന്താ? ഞങ്ങൾക്ക് ഒരു സീറ്റ് മാത്രമല്ലേ ലഭിച്ചുള്ളൂ. 2019 ഞങ്ങൾക്ക് ഒരു സീറ്റ് ലഭിച്ചുള്ളൂ. ആലപ്പുഴ ആരിഫിന് ജയം, കേവലം 10,400 വോട്ടിന് ജയിച്ചു. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ശബരിമല വിഷയം ഈ 2024 ഇതുപോലെ തന്നെ ആവർത്തിക്കുന്നത്. 2021 നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടി? 99 സീറ്റ് കിട്ടി, 8 സീറ്റ് എക്സസ് ലഭിച്ചു. അപ്പൊ എങ്ങനെ കിട്ടിയേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വായിക്കുന്നതിൽ പരാജയപ്പെട്ട ചില വർഗീയ ഇത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ചില ആളുകളുടെയും രാഷ്ട്രീയ പാർട്ടികൾ പറയാൻ പറ്റും, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും രാഷ്ട്രീയ വിശകലനക്കുറവുകൊണ്ട് മാത്രമേ സംഭവിക്കുന്നത്. വാസ്തവത്തില് ശബരിമല എന്ന് പറഞ്ഞാൽ ഞാൻ ശബരിമലയിൽ പോയിട്ടുള്ള ആളാണ്, അഭിമാനത്തോട് പറയാം. ഞാൻ ശബരിമല സന്ദർശിച്ചിട്ടുണ്ട്. നമുക്ക് ശബരിമല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആവശ്യമുണ്ട്. തന്നെയല്ല ഇന്ത്യയിലെ അതിപ്രശസ്തമായ പല ക്ഷേത്രങ്ങളിലും ഞാൻ യാത്ര നടത്തിയിട്ടുണ്ട്. ഞാൻ ഭക്തിയുടെ പേരിലൊന്നും അത് കാണണം. നമ്മുടെ ആർക്കിടെക്ചർ, നമ്മുടെ പൗരാണികമായ സങ്കല്പങ്ങൾ, ഒരു ക്ഷേത്ര സങ്കല്പം ആരോഗ്യവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ക്ഷേത്ര സങ്കല്പം. ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇത് പോകാനുള്ള കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ പൈതൃകം, ആ പൈതൃകത്തിനെ ലോകവ്യാപകമായിട്ട് ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനകത്ത് എന്താ തെറ്റിരിക്കുന്നത്? അപ്പൊ ഇവർ ഈ കേരളത്തിന്റെ 4 ചുറ്റിൽ മാത്രം ശബരിമല തീർത്ഥാടന കേന്ദ്രം ഒതുങ്ങിയാമെന്നാണ് വിശ്വസിക്കുന്നത്. ഒറ്റ ചോദ്യത്തോട് പറയാം, തിരുപ്പതിയിൽ ഞാൻ ഒരിക്കൽ ഒരു 10-15 വർഷം മുമ്പ് ഞങ്ങൾ തിരുപ്പതിയിൽ ഒരു യാത്ര പോയപ്പോൾ, തിരുപ്പതി ഞങ്ങൾ ചെല്ലുന്ന അന്ന് ഒരു അന്താരാഷ്ട്ര സംഗമം നടന്നുകൊണ്ടിരിക്കുക. തിരുപ്പതി ക്ഷേത്രത്തിന്റെ ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, അത് UPA സർക്കാരിന്റെ കാലത്താണ്, ഞാൻ ആ മന്ത്രിയുടെ പേര് ഓർക്കുന്നില്ല. അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു സാംസ്കാരിക സമ്മേളനം കൂടിയാണ്. ഈ ശബരിമല നമ്മൾക്ക് തരുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്താ? സൗഹാർദ്ദം, സ്നേഹം, മതസൗഹാർദ്ദം, മനുഷ്യൻ ഒന്നാണെന്നുള്ള. എരുമേലി നൽകുന്ന സങ്കല്പതല്ലേ, വാവുസ്വാമി നൽകുന്ന സങ്കല്പതല്ലേ, ശബരിമല ശ്രീ ധർമ്മശാസ്ത്രാവ് നൽകുന്ന സന്ദേശം അതല്ലേ? അപ്പൊ അത് വേണ്ടെന്നാണ് ഇവർ കരുതുന്നത്. 10 വോട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ 15 വോട്ട് ഇവർക്ക് നഷ്ടപ്പെടുത്തുള്ളൂ. അതാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. ശരി, അപ്പോൾ വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ ഇത്തരമൊരു സമ്മേളനം നടത്തുന്നതിനെ അനുകൂലിക്കുകയാണ് വേണ്ടത്. അതിൽ പങ്കെടുത്തതുകൊണ്ട് കുഴപ്പമില്ല, അതാണല്ലോ താങ്കൾ പറയുന്നത് അല്ലേ? അതിൽ വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും പ്രശ്നമില്ല. ഒരു സമ്മേളനം, ഒരു സംഗമം, അത്ര മാത്രമേ ഉള്ളൂ. അത്രമാത്രമല്ല, ആ മെസ്സേജ് ലോകത്തിന് കൊടുക്കുക എന്നുള്ളത് വെറും നിസ്സാരമായിട്ട് അത്രമാത്രം എന്ന് പറയരുത്. ശബരിമല നമുക്ക് തരുന്നൊരു വലിയ മെസ്സേജ് ഉണ്ട്. ശബരിമല 1970കളുടെ ആരംഭം മുതലാണ് ശബരിമല തീർത്ഥാടനം ഇത്രയും വിശാലമായിട്ട് കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചു പോയത്. അത് MKK നായർ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കലാമതിലതേ ഒരു ലേഖനം, വളരെ ചെറുപ്രായത്തിലാണെങ്കിൽ പോലും MKK നായർ എന്ന് പറയുന്ന മുൻ നമ്മുടെ FSCയുടെ ചെയർമാൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശബരിമലയെ കുറിച്ച് വലിയ പ്രചരണം കേരളത്തിൽ നടന്നത്, വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി കിട്ടി, വലിയ ജനങ്ങളെ ആകർഷിച്ചൊരു സംഭവം. അതോടുകൂടിയാണ് മാക്സിമം ഇന്റർനാഷണൽ മീഡിയ, നമ്മുടെ ദേശീയ മീഡിയ എല്ലാം കൊണ്ടുവന്ന് ഇത്രയ്ക്ക് വിപുലമായ തീർത്ഥാടനം. ശബരിമലയുടെ പ്രസക്തി അതിന് കുറവാന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ അത് വ്യാഖ്യാനിച്ചിരുന്നത്. ഇത്രയ്ക്ക് വിപുലമായിട്ട് കോടിക്കണക്കിന് ആൾക്കാർ, ഏതാണ്ട് 6 കോടിയോളം ആളുകൾ വന്ന ഒരു വർഷം വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പിന്നെ അത് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് കോവിഡിന് ശേഷം. പക്ഷേ ഈ 3000 ആളുകൾ വന്ന് ഈ ശബരിമലയുടെ പ്രശസ്തി എത്രമാത്രം ഉയർത്താൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. ഇതിനേക്കാൾ ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ഓരോ സീസണിലും വന്നു പോകുന്ന ഇടമാണ് ശബരിമല സന്നിധാനം. ശരി, ശ്രീജിത്ത് പണിക്കർ, ഇത് BJP പോലും ഇതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ് എന്ന നിലപാടാണ് CPM-നുള്ളത്. നോക്കൂ, ഇതിലെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇത് നടത്തുന്നത് CPM ആണ് എന്നുള്ളതാണ്. ഇതിൽ ആശയപരമായിട്ട് തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ആഗോള അയ്യപ്പന്മാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ശബരിമലയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയാണ് ഈ ഒരു സംഗമം നടത്തുന്നത് എന്നാണ് പറയുന്നത്. അതിന് ഇങ്ങനെ ഒരു സമ്മേളനം CPM ഇന്നത്തെ കാലത്ത് 2025 നടത്തിയതിനു ശേഷം ഈ ഒരു ആൾക്കാരെ ഇവിടേക്ക് കൊണ്ടുവരികയോ ഈ സന്ദേശം പ്രചരിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല. കാരണം എത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ് ശബരിമല തീർത്ഥാടനമെന്നും അതിൻ്റെ സന്ദേശമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ചെറിയ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം തുറന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം, അവിടെ വരുന്ന ഭക്തരുടെ എണ്ണം, അവിടുത്തെ നടവരവ്, ഈ കണക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രമാണ് ശബരിമല. അത് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ മാത്രം വരുന്നത് കൊണ്ടല്ല,
ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നത് കൊണ്ടാണ്. അവിടുത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. വിവിധ മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതെല്ലാം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും യുണീക്കായിട്ടുള്ള സന്ദേശമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവിടേക്കുള്ള ആൾക്കാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ അതിന് ഒരു പ്രചരണം നടത്തുന്നതിനോ ഒന്നും തന്നെ സർക്കാർ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടേണ്ടുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അയ്യപ്പ ഭക്തരുടെ സംഗമം എന്ന് പറയുമ്പോൾ ആരാണ് അയ്യപ്പ ഭക്തർ എന്നുള്ളത് ആലോചിക്കുക. ശബരിമലയിലെ ആചാര വിശ്വാസ പദ്ധതികളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അയ്യപ്പ ഭക്തർ. അപ്പോൾ അവിടുത്തെ ആചാരത്തിൽ വിശ്വസിക്കുന്നവരാണോ CPM എന്നുള്ള ചോദ്യത്തിനാണ് മറുപടി വേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾ ഭക്തരുടെ കസ്റ്റോഡിയനാകാൻ ശ്രമിക്കേണ്ടതുള്ളൂ, ഭക്തരുടെ ഗാർഡിയനാകാൻ ശ്രമിക്കേണ്ടതുള്ളൂ. അങ്ങനെയുള്ള ഒരു പാർട്ടിയാണോ DMK എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. കാരണം ഇതിന്റെ മുഖ്യ പങ്കാളികളായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് DMK ആണ്. ഈ ആചാര ലംഘനം ശബരിമലയിൽ നടന്നത് ചരിത്ര സംഭവമാണ് എന്ന് കേരളമാകെ പാടി നടന്ന ആൾക്കാർ ഇന്ന് എന്തിനാണ് ഇങ്ങനെ അയ്യപ്പന്റെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ കസ്റ്റോഡിയൻ ആകുന്നതിനും അവരുടെ ലോക്കൽ ഗാർഡിയൻ ആകുന്നതിനും ഒക്കെ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്കിപ്പോ വിധിയിൽ സ്റ്റേ ഇല്ലാത്ത സാഹചര്യത്തിൽ ശബരിമലയിലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാട് എന്താണ്? ആ നിലപാട് നിങ്ങൾ പറഞ്ഞാൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന അതേ നിലപാട് തന്നെ, യുവതികൾ പ്രവേശിക്കട്ടെ എന്നാണ് എങ്കിൽ പിന്നെ നിങ്ങൾ ഈ സംഗമം നടത്തുന്നത് എന്തിനാണ്? ഇനി അഥവാ സംഗമം നടത്തുന്ന സമയത്ത് ഈ ചോദ്യത്തിന് മറുപടി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരട്ടത്താപ്പ് വീണ്ടും വ്യക്തമാവുകയാണ്. അതായത് നിങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത് ആചാര സംരക്ഷണമല്ല, ലിംഗസമത്വമാണ്. ഈ ലിംഗസമത്വം എന്നുള്ളതിന് ഒരു ആരാധനാലയത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിനെ കുറിച്ചാണ് ഈ ശബരിമല വിധിയിൽ തർക്കമുണ്ടായത്. അവിടെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നതിൽ കൃത്യമായ വിശദീകരണം ഉണ്ടാകണമെന്ന് വന്നത്. നമ്മൾ ഈ പറയുന്ന ഭരണഘടനയിൽ തന്നെയുള്ള തുല്യതയ്ക്കുള്ള അവകാശത്തിനേക്കാൾ താഴെയാണോ അതോ അതിനേക്കാൾ മുകളിൽ തന്നെയാണോ കരുതേണ്ടത് മതവിശ്വാസം എന്നുള്ള ഒരു കാര്യം അവിടെയാണ് ജഡ്ജിമാർക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആകുന്നതും അതിനെ വിശാല ബെഞ്ചിന്റെ ഒരു പരിഗണനയ്ക്ക് വിടുന്നതും. ആ സമയത്തിൽ പോലും ആ വിഷയത്തിൽ ആ വിധിയിൽ സ്റ്റേ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യം പ്രധാനമാണ്. രണ്ട്, അന്ന് CPM സ്വീകരിച്ചിരുന്ന നിലപാടിന് കനത്ത തിരിച്ചടിയാണ് അവർക്ക് തുടർന്നുണ്ടായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അപ്പോൾ അതിനുശേഷം 2024 നടന്നിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇത്തവണ 2 വർഷത്തെ തുടർച്ചയായിട്ടുള്ള മോദി ഭരണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ശക്തമായിട്ട് കോൺഗ്രസ് വരുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീതിയായിരുന്നു ഈ 2024 ഉണ്ടായത്. 2024-ലും 2019-ലും കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി. കഴിഞ്ഞ തവണ കോൺഗ്രസിനെ ഒരു ബസ്സിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ MP-മാരായിട്ട് കിട്ടിയുള്ളൂ എന്നുള്ളതായിരുന്നു പരക്കെ ട്രോൾ ചെയ്യപ്പെട്ടത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, ഏകദേശം 100-നടുത്ത് കിട്ടി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യം അവിടെ ഉണ്ടാക്കി. അതിൽ CPM-ഉം കേരളം വിട്ടു കഴിഞ്ഞാൽ അതിൽ അംഗമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന് വളഞ്ഞു മൂക്കി പിടിച്ച് CPM-ന് വോട്ട് കൊടുത്തതിന് ശേഷം CPM കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കോൺഗ്രസിനുള്ള വോട്ട് കോൺഗ്രസിന് തന്നെ പോയാൽ മതി എന്ന് ഇവിടെ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിന് കോന്നി പോലെയുള്ള ഈ ശബരിമലയൊക്കെ ഉള്ള ആ ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം ശബരിമല എന്ന് പറയുന്നത് കോന്നിയിലെ ഒരു പ്രാദേശിക വിഷയമായിരുന്നില്ല, സംസ്ഥാനത്ത് മുഴുവൻ താല്പര്യമുള്ള, സംസ്ഥാനം മുഴുവൻ ചർച്ച ചെയ്ത വിഷയമായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് അയ്യപ്പ ഭക്തരുടെ കസ്റ്റോഡിയൻ ആകുന്നതിന് മുമ്പ് ശബരിമല ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നിലപാട് എന്താണ് എന്ന് പറയുക. മുൻ നിലപാടിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ, അത് മാറ്റിയോ എന്നുള്ളത് അവർ പറയുക. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ വ്യക്തമായിട്ട്, ഈ ഒരു സമ്മേളനം CPM നടത്തുമ്പോഴും അതിൽ DMK-യെ പങ്കാളിയായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് മാത്രമാണ് എനിക്കതിൽ തമാശ തോന്നുന്നത്. മറുപടി CPM-ഉം DMK-യും ഇതിൽ കൈകോർത്ത് നിൽക്കുന്നു. അതാണ് അയ്യപ്പ ഭക്തർക്കുള്ള സംശയത്തിന് കാരണവും. നിങ്ങൾ ഈ ശബരിമലയിലെ ആചാരം അത് ഈ രീതിയിൽ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലാണല്ലോ സ്ത്രീ പ്രവേശനത്തിന് മുൻകൈ എടുത്തത്. ആ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴത്തെ നിലപാട് അത് തുറന്നു പറയുന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, കേരളത്തില് ശബരിമല ശാസ്താവിനെ ദർശിക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന 2ാം സ്ഥാനം തമിഴ്നാടിനാണ്, 1ാം സ്ഥാനം ആന്ധ്രാപ്രദേശും. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തു നിന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന തീർത്ഥാടനത്തിന് വരുന്ന ഈ ശബരിമലയിലേക്ക് ഒരു അന്താരാഷ്ട്ര സംഗമം നടക്കുമ്പോൾ അവിടുത്തെ ആ സർക്കാരിന്റെ പാർട്ടിസിപ്പേഷൻ നൽകുക എന്ന് പറയുന്ന ആ DMK സർക്കാരിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ഇല്ലേ ചെയ്യണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളിൽ വിശ്വാസമുള്ളവരും ഇല്ലാത്തതും തമ്മിലുള്ള ഒരു വേർതിരിവ് ഉണ്ടാക്കി അവരെ ഒരു മേഖലയിലേക്ക് മറ്റൊരു മേഖലയിലേക്ക് നിങ്ങൾ മാറ്റി താമസിപ്പിക്കുക. ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഒരു സംഗമ ഭൂമിയാണ്. 1 മിനിറ്റ് എനിക്ക് സമയം തരണം, വളരെ കൃത്യമായ കാര്യം എനിക്ക് പറയാനുണ്ട്. കുംഭമേള എന്നൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. 2013 അനവധി കുംഭമേള നേരിൽ കണ്ട ഒരാളാണ് ഞാൻ. ത്രിവേണി സംഗമത്തിൽ ബോട്ടിൽ പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അവിടെ ചെന്നപ്പോൾ അന്നാണ് ഞാൻ പോയ ദിവസമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംഗമിച്ച 3 കോടി മനുഷ്യർ. അതായത് അതിന്റെ തീരുന്നതിന് 2 ദിവസം മുമ്പ് അവിടെ എന്താണെന്നറിയോ, അവിടുത്തെ UP സർക്കാരിന്റെ അനൗൺസ്മെന്റ് എന്താ, അതിന്റെ തീം എന്താണ്? അതൊരു അന്തർദേശീയ മനുഷ്യ സംഗമമാണ്, ഒരു സാംസ്കാരിക സംഗമമാണ്. ഇത്തവണ പ്രയാഗ് കുംഭമേളയ്ക്ക് UAE-ലെ രാജകുമാരി വരെ വന്ന് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്
നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ അങ്ങനെയാണെന്നെങ്കിൽ അവിടെ വരുന്ന ആളുകൾ മുഴുവൻ ഇപ്പൊ തമിഴ്നാട്ടിൽ ആരും വരാൻ പാടില്ല, DMK ആരും വരാൻ പാടില്ല, കേരളത്തിലെ മാർക്സിസ്റ്റുകാർ വരാൻ പാടില്ല, മറ്റേ ജൈനമതസ്ഥർ വരാൻ പാടില്ല, സിഖുകാർ വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് നിർണ്ണയിക്കുന്നത്. എത്ര ചീപ്പാണ് ഈ എക്സ്പ്ലനേഷൻ. ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കാവോ? അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, അവിശ്വാസികൾക്കും വരാം, അങ്ങനെയാണ് ഈ അയ്യപ്പ സംഗമം ക്രമീകരിച്ചിരിക്കുന്നത്. അല്ല, സംശയത്താ കാര്യത്തില് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അവിശ്വാസികൾക്കെന്നോ വിശ്വാസികൾക്കെന്നോ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല, ഒരു വേർതിരിവില്ല. അത് എല്ലാ മതവിശ്വാസികളെയും വിശ്വാസം ഇല്ലാത്തവരെയും ഇന്ത്യൻ ഭരണഘടന പോലെ തന്നെ സംരക്ഷിക്കുക, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ നിലനിർത്താനായിട്ട് ശ്രീ പണിക്കർ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി അവിശ്വാസിയാണല്ലോ, അദ്ദേഹത്തിന് ഈശ്വര വിശ്വാസം ഇല്ലല്ലോ എന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ വിശ്വാസികളെയോ അവിശ്വാസികളെയോ മാത്രം കണക്കിലെടുക്കേണ്ട ആളല്ലല്ലോ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. എല്ലാവരുടെയും താല്പര്യം കണക്കിലെടുക്കണം. അല്ല, തീർച്ചയായിട്ടും. അല്ല, നേരത്തെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതിൽ ഒരു മറുപടി ഉണ്ട്. അതായത് അലഹബാദിലെ കുംഭമേളയോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന കുംഭമേളയോ ഒക്കെ തന്നെ ആര് നടത്തിക്കഴിഞ്ഞാലും അതിലൊരു വലിയ വിളംബരമുണ്ട് എന്ന് പറയുന്നതൊക്കെ തന്നെ ശരിയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിപ്പോൾ BJP നടത്തിയാലും നേരത്തെ സമാജ്വാദി പാർട്ടി ആയിരുന്ന സമയത്ത് നടത്തിയാലും ഒക്കെ തന്നെ അത് സ്വീകരിക്കപ്പെടുന്നുണ്ട്. കാരണം ഇവരാരും ഈ വിശ്വാസത്തിനെതിരല്ലെന്നേ. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സനാതന ധർമ്മം എന്ന് പറയുന്നത് കേവലം ജാതി വ്യവസ്ഥയാണെന്നും അത് അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞതാണെന്നും അതിൽ പുരുഷ മേധാവിത്വമല്ലാതെ മറ്റൊന്നുമില്ല എന്നും ദ്രാവിഡന്മാർക്ക് സ്ഥാനമില്ല എന്നും പറയുന്ന EV രാമസ്വാമിയെ ഏറ്റവും വലിയ ഗോഡായിട്ട് കരുതുന്ന ഒരു വിഭാഗമാണ് DMK. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെല്ലാം തന്നെ അവർ കാണുന്നത് ഏത് രീതിയിലാണ്? അടിസ്ഥാനപരമായി അവർ കാണുന്നത് ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നാണ്. DMKയുടെ ഏതൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് നോക്കിക്കോളൂ, അവിടെ നമുക്ക് 3 ആൾക്കാരുടെ ഫോട്ടോസ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. ഒന്ന് BR അംബേദ്കർ, 2 നമുക്കറിയാം CN അണ്ണാദുരൈയുടേതാണ്, അദ്ദേഹമാണ് പാർട്ടി സ്ഥാപിച്ചത്. 3-മത്തേത് EV രാമസ്വാമിയാണ്. അപ്പൊ ഈ EV രാമസ്വാമി ബ്രാഹ്മണരെ കൊല്ലണമെന്നും അവരുടെ വീട് തീ വെക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന, സനാതന ധർമ്മം എങ്കിൽ മാത്രമേ ഇല്ലാതെയാകൂ എന്ന് പറഞ്ഞിരുന്ന, എങ്കിൽ മാത്രമേ ഈ നാടിന് നന്മ വരൂ എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളിനെ ദൈവമായി കരുതുന്ന ഒരു പാർട്ടിയാണ് DMK. വിശ്വാസികൾക്കും വരാം, അതിനുവേണ്ടിയാണ് അയ്യപ്പ സംഗമം എന്നാണ് റജി പറയുന്നത് ഇവിടെ. അല്ല, ഇവിടെ നോക്കൂ, അവിശ്വാസികൾക്ക് സത്യം പറഞ്ഞാൽ ശബരിമലയിൽ ഒരു കാര്യവുമില്ല. വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമുള്ളതാണ്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ക്ഷേത്രം എന്ന് പറയുന്നത് കൗതുകത്തിന് വേണ്ടി പോകേണ്ടതല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർ, അതിന് ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് നേരത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രം എന്ന് പറയുന്നത് ആക്ടിവിസ്റ്റുകൾക്കുള്ള സ്ഥലമല്ല. ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർ ആ ക്ഷേത്ര പദ്ധതിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ അവിടെ ആചാര പദ്ധതിയുണ്ട്, അവിടെ ഒരു വസ്ത്രധാരണ രീതി ഉണ്ടെങ്കിൽ, അവിടെ ഒരു ദർശനക്രമമുണ്ടെങ്കിൽ ആ രീതിയെല്ലാം പൂർണ്ണമായിട്ട് അബൈഡ് ചെയ്യാൻ വരുന്ന ഒരാളിന് മാത്രമുള്ളതാണ് ക്ഷേത്ര ദർശനം. അതല്ലാതെ വിശ്വാസിയല്ലാത്ത ഒരാൾ അവിടെ വന്നതിന് ശേഷം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിക്കാണാൻ ഇതെന്താ ചന്തയോ? അങ്ങനെയല്ല. എല്ലാ ആൾക്കാർക്കും വരാനുള്ള ഒരു പൊതു ഇടമല്ല, മറിച്ച് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു ഇടമാണ്. അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വന്നാൽ മതി. അതല്ലാതെ അവിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സംഗമം എന്ന് പറയുന്നതുകൊണ്ട് എന്താ കാര്യം? എല്ലാ മതത്തിലുമുള്ള ശബരിമല വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്കുള്ളതാണ്. നേരത്തെ ശ്രീ റജി തന്നെ പറഞ്ഞു, അദ്ദേഹം പോയിട്ടുണ്ട്. നല്ല കാര്യം. കാരണം അദ്ദേഹം അതിന്റെ ആചാരപ്രകാരമായിരിക്കും പോയിട്ടുണ്ടാവുക. അദ്ദേഹം ഇരുമുടിയൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പോയിട്ടുണ്ടാവുക. അദ്ദേഹം 18-ാം പടി ചവിട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അദ്ദേഹം ഇരുമുടി കൊണ്ടുപോയിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ അവിടെയുള്ള ആചാര പദ്ധതി എന്താണോ ആ പദ്ധതിയെ വിശ്വസിച്ച് അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നതെന്നാണ് അതിനർത്ഥം. അങ്ങനെയുള്ള ആൾക്കാർ, അദ്ദേഹം ക്രിസ്ത്യൻ ഫെയ്ത്തിലുള്ള ആളായിരിക്കാം ഒരുപക്ഷെ ശ്രീ റെജി ലൂക്കോസ്, പക്ഷെ അവർക്ക് പോകാം. ഇസ്ലാം വിശ്വാസത്തിലോ മറ്റേത് വിശ്വാസത്തിലുള്ള ആൾക്കാർക്കോ അവിടെ പോകാം. ആ പോകുന്ന ആൾക്കാർ ഞാൻ അവിശ്വാസിയാണ്, എനിക്ക് ശബരിമല ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി പോകാനുള്ള ഇടുക്കി ഡാം അല്ലത്. ഇത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, അത് മത തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെയുള്ള വിശ്വാസമില്ലാത്ത ആൾക്കാർ എന്തിനാണ് അവിടെ പോകുന്നത്? അപ്പൊ അത് അവിശ്വാസികൾക്കുള്ളതാണെന്ന് പറയരുത്. അവിശ്വാസികൾ വേണമെങ്കിൽ ആ പമ്പ വരെ ചെന്നിട്ട് തിരിച്ചു പൊക്കോട്ടെ. പക്ഷേ ദർശനം നടത്തുന്നതിന് പമ്പയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അയ്യപ്പ സംഗമം പമ്പയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അവിടെ വരെ വന്നിട്ട് ആർക്ക് വേണമെങ്കിലും പോകാമല്ലോ. പമ്പയിൽ വന്നതിന് ശേഷം ആർക്ക് വേണമെങ്കിലും പങ്കെടുത്തിട്ട് പോകാം. പക്ഷെ ശബരിമലയിൽ പോകുന്ന വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സംഗമം നടത്തുന്നത് എങ്കിൽ അവിടെയുള്ള ആൾക്കാർ ഏത് മതത്തിലുള്ളവരായിക്കോട്ടെ, പക്ഷെ അവർ വിശ്വാസികളായിരിക്കണം. അവിശ്വാസികൾക്ക് ശബരിമലയിൽ ഒരു കാര്യമില്ല. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്ന് വേണുഗോപാൽ, ഈ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെ എന്ന് തന്നെ പറയാം, ഈ അയ്യപ്പ സംഗമം അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയ കളിയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയ കളി തന്നെയാണ്. അത് പക്ഷേ തീക്കളിയായി CPM മാറും എന്നുള്ളതാണ് ഞാൻ ഇത്രയും നാൾ കണ്ടിട്ടുള്ള പാഠങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 1983 നിലയ്ക്കൽ പ്രശ്നമുണ്ടായപ്പോൾ അന്ന് കോൺഗ്രസ് ഇവിടെ, അതുവരെ കോൺഗ്രസ് വളരെ ശക്തമായിരുന്നു. അതായത് EMSൻ്റെ നേതൃത്വത്തിലുള്ള LDFനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലും
വനവാസത്തിന് വിട്ടുകൊണ്ട് രാഷ്ട്രീയം അവരുടെ കൈക്കലാക്കി 10-30 വർഷം വെച്ചിരുന്നതാണ് കോൺഗ്രസ്. ഇടയ്ക്ക് 57-ലും 67-ലും 80-ലും 2 വർഷം ഒഴിച്ചാൽ 2 വർഷം വീതം ഒഴിച്ചാൽ ബാക്കി മുഴുവൻ കാലവും കേരളം ഭരിച്ചിരുന്നത് LDF ആണ്, UDF ആണ്, കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ്സിന് ആദ്യം അടി തെറ്റിയത് നിലയ്ക്കൽ പ്രശ്നമുണ്ടായപ്പോഴാണ്. നിലയ്ക്കൽ പ്രശ്നത്തിൽ കെ കരുണാകരൻ ചോദിച്ചു, ഹിന്ദുവിന് ഇവിടെ ഒരു നേതാവുണ്ടോ? അന്നാണ് ഹിന്ദുക്കൾ ഈ ഹൈന്ദവ സംഘടനകളും സംഘപരിവാറും RSSും ഉൾപ്പെടെയുള്ളവർ നമ്മൾക്ക് വേണമെന്ന് ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് 1984 തിരുവനന്തപുരത്ത് തെങ്ങടയാളത്തിൽ നമ്മുടെ കേരള വർമ്മ 1,10,000 വോട്ട് നേടുന്നത്. അന്ന് വരെ ഒരു ഹിന്ദു സംഘടനകളും അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ലേബലിലുള്ള ഒരു പാർട്ടിയും ഇവിടെ കെട്ടിവച്ച കാശ് നേരെ വാങ്ങിച്ചിട്ടില്ലാത്ത കാലമാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് ഒരു വൻ നേട്ടമുണ്ടാക്കിയത് ആ സന്ദർഭത്തിലാണ്. ഇതിന് ശേഷം നിങ്ങൾ നോക്കൂ, 1900 EMS വളരെ ബുദ്ധിപൂർവ്വം അതിനെ കൈകാര്യം ചെയ്തു. കാരണം ഈ വോട്ട് മുഴുവൻ ഹിന്ദു സംഘടനകളിലേക്ക് പോവുകയാണെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ ഒരു പുതിയ ലൈൻ എടുത്തു. ഇവിടെ ഒരു ജാതിയും ഒരു മതവും പറയണ്ട, നമ്മൾ മതേതര ഒരു സർക്കാരാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് 1987 അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? മുസ്ലിങ്ങളുടെ ശരീഅത്തിനെ വരെ തള്ളി പറഞ്ഞു. അന്ന് എല്ലാവരും പേടിച്ചു പോയി. EMS എന്തായി പറയുന്നത്? 8ഉം കെട്ടാം 10ഉം കെട്ടാം പിന്നെ കെട്ടാം എന്ന് പറയുന്ന ഒരു അതിനെല്ലാം ഒഴിവെല്ലാം പിന്നെയും കെട്ടാമെന്ന് പറയുന്ന സംവിധാനം വരെ ഇവിടെ ഉണ്ട് എന്ന് EMS പറഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ചു പോയി. മുസ്ലിം വോട്ടുകൾ അപ്പാടെ പോവില്ലേ CPMൻ്റെ കയ്യിൽ നിന്ന് എന്ന് ഭയന്നു. പക്ഷേ 1987 ആ സർക്കാരിന് 82-83 സീറ്റ് കിട്ടി വിജയിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി EMS വളരെ തറപ്പിച്ച് പറഞ്ഞു, ഈ രാഷ്ട്രീയം നമുക്ക് അപകടമാണ്. പക്ഷേ അത് വീണ്ടും 2019 എടുത്ത് കളിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അതോടുകൂടി അന്ന് പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ബുദ്ധിയുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരെന്ത് ചെയ്യുന്നറിയാമോ? അന്ന് മുമ്പ് കരുണാകരൻ എടുത്ത സ്റ്റാൻഡല്ല എടുത്തത്, മറിച്ച് സംഘപരിവാറുകളുടെ ഒപ്പം നിന്നുകൊണ്ട് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം, സ്ത്രീകളെ അവിടെ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയാണ് ഇത്. അതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അയ്യപ്പൻ ബ്രഹ്മചാരിയാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് നിലനിന്നാലേ അവിടെ റെജി ലൂക്കോസ് പറയുന്ന പോലുള്ള കോടിക്കണക്കിന് ആളുകൾ ഒരു വ്രതമെടുത്ത് ഒരു റെസ്ട്രെയിനോട് കൂടി പഞ്ചേന്ദ്രിയങ്ങളെ ഒന്ന് 41 ദിവസമോ അല്ലെങ്കിൽ 18 ദിവസമോ എത്രയാണെന്ന് വെച്ചാൽ അത്രയും ദിവസമെങ്കിലും ഒരു റെസ്ട്രെയിനോട് കൂടി അവിടെ സമീപിക്കുകയുള്ളൂ. ആ കൺസെപ്റ്റിനെയാണ് ഇവർ പൊളിച്ചതെന്നാണ് സംഘപരിവാർ സംഘടനകൾ പറയുന്നത്. അതുകൊണ്ടാണ് അന്ന് വലിയ പ്രക്ഷോഭം ഉണ്ടായത്. ആ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി 2019 എന്ത് പറ്റി? അന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും വരെ ഇതിനെ എതിർത്തുകൊണ്ട് അവർക്ക് വേറെ ദോഷം വന്നില്ല. അന്ന് സംഘപരിവാർ അല്ലെങ്കിൽ BJP അന്നത്ര വലിയ ശക്തമായിരുന്നില്ല. അതുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യേണ്ട, ഈ CPMനെ തോൽപ്പിക്കണം, അതിനുള്ള വോട്ട് ഇതാണെന്ന് പറഞ്ഞാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് 2019 അത് സംഭവിച്ചത്. കോൺഗ്രസ്സിന് 2 സീറ്റ് ഒഴിച്ച് ബാക്കി മുഴുവൻ 18 സീറ്റും കോൺഗ്രസ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത് ലോക്സഭാ ഇലക്ഷൻ. അത് കഴിഞ്ഞ് പിന്നീട് ഇതേ സംഭവങ്ങൾ തന്നെ വന്നു. പക്ഷേ സംഘപരിവാർ സംഘടനകൾ ഇത് ഘട്ടം ഘട്ടമായി ശക്തമാക്കി കൊണ്ടുവന്ന് 2024 ആയപ്പോൾ ഇവിടുന്ന് ഒരു MP അയക്കുന്ന സംവിധാനമുണ്ടായി. 20% വോട്ട് പിടിച്ചു. ഇനിയും ഈ അയ്യപ്പ സംഗമത്തിലും വരാൻ പോകുന്നു. ഞാൻ ഒരു വ്യക്തമായിട്ട് പറയുന്നു, ഈ അയ്യപ്പ സംഗമം നടത്തുകയാണെങ്കിൽ ഇത് വേറൊരു നിലയ്ക്കൽ പ്രക്ഷോഭമായിട്ട് വരുമോ എന്ന് ഞാൻ ഭയക്കുന്നു. കാരണം അങ്ങനെ വന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഇത് കയ്യിൽ നിൽക്കുക. ഇത് അമിത്ഷാ പറഞ്ഞ പോലെ 10,000 വാർഡുകളായിരിക്കില്ല, അതിൽ കൂടുതൽ അവർക്ക് ശക്തി കൊടുക്കുന്ന 25% എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ ശക്തി കൊടുക്കുന്ന വിധത്തിലേക്ക് മാറും എന്ന് ഞാൻ ഭയക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, പക്ഷേ ആചാരലംഘനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ആചാരലംഘനം ഉണ്ടാകില്ല എന്ന് പറയുന്നെങ്കിൽ ആചാരലംഘനം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിന് അവർ പറയുന്ന കാരണം എന്തറിയാമോ? ഇത് സനാതനധർമ്മത്തിനെതിരായി നിൽക്കുന്നവരെ അവിടെ കൊണ്ടുവരുമ്പോൾ ആചാരലംഘനം തന്നെയാണ്. അതുപോലെ തന്നെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ പമ്പയിൽ വന്നിട്ട് പോകാമെന്നല്ല, നിലയ്ക്കൽ പ്രക്ഷോഭത്തിൻ്റെ സൂത്രധാരകനായിരുന്ന പരമേശ്വർജി പറഞ്ഞെന്തറിയാമോ? 18 മലകളും അയ്യപ്പൻ്റേതാണ്. ആ പ്രദേശത്ത് ഒരു സ്ഥലത്തും അയ്യപ്പൻ്റെ സ്ലോഗനല്ലാതെ മറ്റൊന്ന് അവിടെ വരാൻ പാടില്ല. അപ്പോൾ അതിനകത്ത് അയ്യപ്പൻ എല്ലാവരെയും സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനോട് കൂടി സ്വീകരിക്കുന്നതാണ്. അല്ലാതെ ഈശ്വര വിശ്വാസികളല്ലാത്തവരും ഹിന്ദുധർമ്മത്തെ തള്ളിപ്പറയുന്നവരും സനാതനധർമ്മത്തിനെ പുച്ഛിക്കുന്നവർക്കും എല്ലാം വരാനുള്ള ഇടമാണ് ശബരിമല അല്ലെങ്കിൽ പമ്പ എന്ന് പറയുന്നത്. ഒരുപക്ഷേ
CPM ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ വിപത്തിലേക്ക് ശരി, വരെ ശ്രീ കൊണ്ടുവന്നു. രാഹുൽ ഈശ്വർ താങ്കൾ ഈ വാദത്തോട് യോജിക്കുന്നുണ്ടോ? രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, 2019 ഇലക്ഷനിൽ 19 സീറ്റാണ് ജയിച്ചത്, 18 അല്ല. അപ്പൊ ഈ ഫാക്ട്സ് ആണ്, നമ്പേഴ്സ് ആണ്. സോറി, അത് ഞാൻ തിരുത്തുന്നു. രണ്ട്, ഇതിന്റെ പ്രശ്നം എന്താ അറിയാം? ഒന്ന്, അങ്ങ് മനസ്സിലാക്കേണ്ട ആദ്യ കാര്യം, കേരളത്തിൽ ശബരിമല പ്രക്ഷോഭം തുടങ്ങിയത് സംഘപരിവാർ സംഘടനകളല്ല. RSSന്റെ ഏറ്റവും വലിയ സൈദ്ധാന്തികനായ ശ്രീ രംഗഹരി ശബരിമലയിൽ യുവതികളെ കയറ്റുന്നതിനെ കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. പേര് മാറ്റുവിൻ ചട്ടങ്ങളെ എന്നാണ്. അതിനെ ഞങ്ങളുടെയൊക്കെ സുഹൃത്തായ അഡ്വക്കേറ്റ് ശങ്കു ടി ദാസ് ഒക്കെ വളരെ ശക്തമായി വിമർശിച്ചിട്ടുമുണ്ട്. ഇന്നും, അതായത് ഇന്ന് റജി ലൂക്കോസ് സാറിന് പോലും, ഇന്ന് CPMലെ ആൾക്കാർക്ക് പോലും, മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ശബരിമല യുവതികളെ കയറ്റണമെന്ന് അഭിപ്രായമില്ല. പക്ഷേ ഇന്നും ശബരിമല യുവതികളെ കയറ്റണമെന്ന് അഭിപ്രായമുള്ള രണ്ട് കേരളത്തിലെ മനുഷ്യർ, ഒന്ന് RSSന്റെ ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷനായ ശ്രീ RV ബാബുവും BJPയുടെ പഴയ ഇന്റലക്ച്വൽ സെൽ ഹെഡായ ശ്രീ TG മോഹൻദാസുമാണ്. അതുകൊണ്ട് ഇതൊരു സംഘപരിവാർ പ്രക്ഷോഭമല്ല, പകരം ഹിന്ദു വിശ്വാസികൾ, അയ്യപ്പ വിശ്വാസികൾ നയിച്ച പ്രക്ഷോഭമാണ്. ഏതെങ്കിലും ഒരു സംഘടനയെ എടുത്ത് പറഞ്ഞെങ്കിൽ അത് മഹാനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ സംഘടനയായ NSS ആണ് സംഘടനാപരമായി ഏറ്റവും കൂടുതൽ പോരാട്ടം മുമ്പിൽ നിന്ന് നയിച്ചത്. സുകുമാരൻ സാറാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ ഹീറോ. ഈ പ്രക്ഷോഭത്തിൽ ആദ്യം അറസ്റ്റിലാകുന്നത് എൻ്റെ മുത്തശ്ശി ദേവകി അന്തർജനമാണ്. അന്ന് മുത്തശ്ശിക്ക് 82 വയസ്സാണ് പ്രായം. രണ്ടാമത് എൻ്റെ അമ്മ മല്ലികാ നമ്പൂതിരിയാണ്. മൂന്നാമത് ഞാനും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും ഒക്കെയാണ്. അതുകൊണ്ട് ഇതൊരു കക്ഷി രാഷ്ട്രീയത്തിന്റെ കള്ളികളിലോ രാഷ്ട്രീയത്തിന് വേണ്ടിയോ ഞങ്ങൾ ആരും ചെയ്തതല്ല. ഈ വിഷയത്തിൽ ഏറ്റവും ശക്തനായി ഞങ്ങളെ മിസ്റ്റേക്ക് ഉണ്ട്. എനിക്കിപ്പോ അതായത് സംഘപരിവാർ സംഘടനകളല്ല NSSും ഒക്കെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യത്തെ പ്രക്ഷോഭ കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് ഒരു ക്ഷേത്രത്തിന്റെ അനുമതി തൊട്ടടുത്ത് തന്നെ നൽകിയപ്പോൾ NSSും ഉൾപ്പെടെയുള്ളവർ പിന്മാറി. പിന്നീട് സംഘപരിവാർ സംഘടനകളാണ് ഈ സമരം നയിച്ചതും അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കിയതും കരുണാകരനെതിരെ വന്നതും. അവസാനം സമീപകാലത്തെ ശബരിമല യുവതീ പ്രവേശനത്തിന്റെ കാര്യമാണ്. എന്തിന്റെ കാര്യമാണ് പറയുന്നത്? നിലയ്ക്കലിന്റെ കാര്യമല്ല, ശബരിമല യുവതീ പ്രവേശനത്തിന്റെ കാര്യമാണ്. ശബരിമല യുവതി പ്രവേശനത്തിന് NSS അന്നും ഇന്നും അത് ഞാൻ പറഞ്ഞില്ല. ഞാനത് ഇതിന്റെ തുടക്കം കുറിച്ച കാര്യം പറഞ്ഞു. ശബരിമല പ്രക്ഷോഭത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും വരെ ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞല്ലോ. കോൺഗ്രസും മുസ്ലിം ലീഗും വരെ ശബരിമല പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇവിടുത്തെ വിശ്വാസികൾക്കൊപ്പം ഉണ്ടായിരുന്നു. അവരത് അതിന്റെ ഗെയിൻ ചെയ്യുകയും ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ ഒരു സീറ്റിന്റെ വ്യത്യാസം വന്നതാണ് താങ്കൾ പറഞ്ഞത്. അല്ല, അവരത് ഗെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല കാര്യം. പക്ഷെ അവർക്ക് അറിയാമായിരുന്നു ഇതിന്റെ വിപത്ത് എന്തായിരിക്കുമെന്ന്. ഇതിന്റെ വിപത്ത് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ നെഞ്ചിൽ കനലിൽ കോരിയിടുന്നതും ആർട്ടിക്കിൾ 25, 26 ദുർബലപ്പെടുത്തുന്നതുമാണ് യഥാർത്ഥത്തിൽ ശബരിമലയിലെ തെറ്റായ സുപ്രീം കോടതിയുടെ വിധിന്യായം. അത് അവസാനം സുപ്രീം കോടതി തന്നെ കോൾഡ് സ്റ്റോറേജിൽ വെച്ചത് നല്ല കാര്യമാണ്. ഇനി രണ്ട്, യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ? NSS അടക്കമുള്ള നമ്മുടെ പ്രധാന സംഘടനകളുണ്ട്. അവരുടെ നിലപാട്, SNDPയുടെ നിലപാട്, പിന്നോക്ക സമുദായങ്ങളുടെ നിലപാട്. CPMന്റെ ഗവൺമെന്റ് വിളിച്ചപ്പോൾ ശ്രീ പിണറായി വിജയൻ സഖാവും അല്ലെങ്കിൽ ദേവസ്വം ബോർഡും വിളിച്ചപ്പോൾ അവരെല്ലാം പോവാന്ന് പറഞ്ഞു. അവർ പോകുന്നെങ്കിൽ ഞങ്ങളും പോകുന്നു എന്നാണ് അർത്ഥം. അതായത് ഹിന്ദു സമൂഹത്തിന്റെ ഏറ്റവും പ്രമുഖ സംഘടന NSS, അതും സംഗീത് കുമാർ സാറിനെ പോലെ വളരെ മുതിർന്നൊരു നേതാവാണ് ഇതിൽ പങ്കെടുത്തത്. പന്തളം റോയൽ ഫാമിലിയിലെ ആൾ പങ്കെടുത്തു എന്നാണ് വാർത്തകൾ കണ്ടത്. SNDPയുടെ പ്രമുഖനായ നേതാവുണ്ടെന്നാണ് കേട്ടത്. മലയരയന്മാരുടെ പ്രമുഖനായ നേതാവുണ്ട്. അങ്ങനെ ഗവൺമെന്റ് വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റൂ? RSSനും BJPക്കാർക്കും വേണമെങ്കിൽ പോകാതിരിക്കാൻ പറയാമെന്ന് പറ്റും. പക്ഷേ സാധാരണ ഹിന്ദു വിശ്വാസികൾക്ക് പോകാതിരിക്കാൻ പറയാൻ പറ്റൂ? ഹിന്ദുത്വ സംഘടനകളാണ് ഇപ്പോൾ ഈ നയിക്കുന്ന സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ. അത് RSSും CPMും തമ്മിലുള്ള, അല്ലെങ്കിൽ BJP CPM തമ്മിലുള്ള പ്രശ്നമാണ്. ഞങ്ങളടക്കമുള്ള സാധാരണ വിശ്വാസികൾ ഇതിനെ കാണുന്നത് സർക്കാർ നടത്തിക്കോട്ടെ. എന്നാൽ അതിനോടൊപ്പം ഒരു വരി പ്രത്യേകം കൂടെയുണ്ട്. കുമ്മനം ചേട്ടനെ പോലെ കാവ്യ എടുക്കാത്തൊരു സന്യാസിയുണ്ട്, അയ്യപ്പ ഭക്തരിലെ ഏറ്റവും മികച്ച ഭക്തനാണ്. അദ്ദേഹത്തെ അടക്കം അവിടെ കൊണ്ടുവരണം. കാര്യം പേരെടുത്ത് തന്നെ പറയാം. BJP എന്നാണെങ്കിൽ കുമ്മനം ചേട്ടൻ, കോൺഗ്രസിൽ നിന്നാണെങ്കിൽ ഇപ്പം മരിച്ചുപോയി, പക്ഷേ പ്രയാർ സാർ, CPMൽ നിന്ന് പത്മകുമാർ സാർ CPMൽ നിന്ന് ഒരുപാട് ചീത്ത കേട്ടു. ശരിയാ. പക്ഷേ ഈ അയ്യപ്പ സംഗമത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നേരത്തെ ഇവിടെ റെജി പറഞ്ഞത് ഇതിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഉള്ള ഭേദമില്ല, ആർക്കും അതിൽ പങ്കെടുക്കാം, അതിൽ വരുന്നവരെ അങ്ങനെ ഒരു വേർതിരിച്ച് കാണേണ്ടതില്ല എന്നാണ്. ഇപ്പോൾ 3000 പ്രതിനിധികൾ വരുന്നു എന്നുള്ളതാണല്ലോ. ഇപ്പോൾ DMKയുടെ മന്ത്രിമാർ വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിമാർ വരുന്നുണ്ട്. അപ്പോൾ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഇക്കാര്യത്തിൽ കാണേണ്ടതില്ല എന്നാണ്. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, എന്താ പ്രശ്നം എന്നറിയാമോ? അങ്ങനെയൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഈ ബിന്ദു അമ്മിണി വരുമ്പോൾ കേട്ടായിരുന്നാൽ മതി, അത് അടുത്ത പ്രശ്നം ഉണ്ടാക്കും. അത് മാത്രമാണോ പ്രശ്നം? ബിന്ദു അമ്മിണി വരുന്നത് മാത്രമാണോ പ്രശ്നം? ഇപ്പോൾ വരുന്നതുമില്ല. ബിന്ദു അമ്മിണി എന്തോ കത്ത് നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു സ്ഥിരീകരണമോ നിഷേധമോ ഒന്നും വന്നിട്ടില്ല എന്നേ ഉള്ളൂ.
അവർ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ സനാതന ധർമ്മത്തെ കുറിച്ച് മോശം പറഞ്ഞ നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹം ഇപ്പം വരികയാണെങ്കിൽ ചിലപ്പം മുറുമുറുപ്പുണ്ടാവും. പക്ഷെ അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ പോയി കണ്ടില്ലേ? ഹിന്ദു ഹൃദയ സമാറാട്ടം എന്ന് നമ്മൾ പലരും വിളിക്കുന്ന മോദിജിയെ പോയി കണ്ടില്ലേ? ഇതിലൊരു സെൻസ് ഓഫ് ബാലൻസ് മതി. അവിടെയാണ് ഒരു കാര്യം. എന്താ ബാലൻസ് എന്താണെന്ന് പറയൂ. എന്താണ് സെൻസ് ഓഫ് ബാലൻസ്? ആർക്കും വരാം എന്നുള്ളതാണെങ്കിൽ അങ്ങനെയാണോ താങ്കളുടെ അഭിപ്രായം? ആർക്കും വരാം. അതിലിപ്പോൾ താങ്കൾ ഈ ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് ഉച്ചത്തിൽ ആചാരലംഘനം നടക്കുന്നു എന്ന് പറഞ്ഞയാളാണ്. ഇപ്പോഴത്തെ അയ്യപ്പ സംഗമത്തിൽ അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല എന്ന് തന്നെയാണോ? പമ്പയിൽ വെച്ച് നടക്കുന്നതല്ലേ? പമ്പയിൽ വെച്ച് നടക്കുന്നതിൽ എല്ലാവർക്കും വരാം. അതൊരു വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാനായി എല്ലാവർക്കും വരുന്നൊരു സംഗമം തന്നെ ആയിക്കോട്ടെ. പക്ഷേ അതിൽ RSSന്റെ റെപ്രസെന്റേഷൻ കൂടെ വേണം. കുമ്മനം ചേട്ടനെ പോലെ കാവ്യ എടുക്കാത്തൊരു സന്യാസിയും കൂടെ വിളിക്കണം. ആരെയും അകറ്റി നിർത്തുന്നതാകരുത്, പകരം ഒരുമിച്ച് കൊണ്ടുപോകുന്നതാകണം. ഇവരൊക്കെ നേരത്തെ പറഞ്ഞ കുമ്മനം ചേട്ടനും OR സാറൊക്കെ അല്ലല്ല ആചാരം അപ്പോൾ അല്ല ആചാര ലംഘനം പമ്പയിലാണെങ്കിൽ കുഴപ്പമില്ല അല്ലെ? അത് തന്നെയാണല്ലോ അങ്ങനെയല്ല. ഹൈക്കോടതിയുടെ അടക്കം ഉത്തരവ് പമ്പയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡിനപ്പുറത്തേക്ക് യുവതികൾ, ഈ പ്രായത്തിലുള്ള യുവതികളുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഈ വിശ്വാസം അവിശ്വാസം എന്ന ഘടകമൊക്കെ ഉണ്ടല്ലോ. വരുന്ന എല്ലാവരും അയ്യപ്പന്മാരാണോ എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഒരു ടൂറിസം പരിപാടി എന്ന രീതിയിൽ കണ്ടാൽ മതി എന്നാണെങ്കിൽ അങ്ങനെ അറിയാമോ? അത് മനഃപൂർവ്വം ഇൻസെൻസിറ്റീവായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. പകരം ഇതൊരു സ്പിരിച്വൽ പിൽഗ്രിമേജ് ആണ്. ആ പിൽഗ്രിമേജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരുന്നു. അവർ പമ്പ വരെ ഇനി ഇരുമ്പ് കെട്ടെടുത്ത് വരണം എന്ന് പറയാൻ പറ്റൂ? ഇപ്പൊ DMKയുടെ തമിഴ്നാട്ടിൽ ഒരു മന്ത്രി വന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ പമ്പ വരെ കറപ്പിട്ട് ഇരുമ്പ് കെട്ടെടുത്തേ വരാൻ പറ്റൂ എന്ന് പറയാൻ പറ്റൂ? അവർ വന്നാൽ നമുക്ക് സന്തോഷമാണ്. പക്ഷേ എല്ലാരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി ശബരിമലയുടെ പ്രശസ്തി ലോകവ്യാപകമായി കൊണ്ടുവരണം. ഇങ്ങനെ ഒരു സംരംഭം നടക്കുമ്പോൾ അതിനെ എന്തെങ്കിലും അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി എന്നാണ്. അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ശബരിമലയെ പരിപോഷിപ്പിക്കുന്നതിന്റെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഒന്ന്. അത് പമ്പ വരെ ആയതിനാൽ അതിൽ ആചാരലംഘനത്തിന്റെ പ്രശ്നമില്ല. അല്ല, ആഗോളമാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നല്ലല്ലോ വിളിക്കണ്ടേ? നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധികളായിട്ടുള്ള ആൾക്കാരെ, നമുക്കറിയാവുന്ന ആൾക്കാരെയൊക്കെയാണ് വിളിക്കേണ്ടത്. ഇതിന് പിന്നിൽ പൊളിറ്റിക്സ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത്ര ബുദ്ധിമുട്ട് എന്താണ് എന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ആണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായ സമയത്ത് ഹിന്ദുക്കളുടെ വോട്ട്, വിശിഷ്യ ഈഴവ സമുദായത്തിലുള്ള ആൾക്കാരുടെ വോട്ടൊക്കെ തന്നെ പറ്റമായിട്ട് ചോർന്നു പോകുന്നുവെന്നും അത് BJPയിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ CPMന്റെ ആഭ്യന്തരമായിട്ടുള്ള കണ്ടെത്തലുകൾ, അവരുടെ പല സമ്മേളനങ്ങളിലടക്കം തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാം വന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈ ഹിന്ദു മതത്തിലുള്ള ആൾക്കാരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീഡുണ്ട് അവിടെ CPMനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവർ ദേവസ്വം ബോർഡുമായി ചേർന്ന് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നു. അതല്ല എങ്കിൽ മുമ്പ് എന്തുകൊണ്ട് ഇത് വിളിക്കുന്നില്ല? ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇവിടെ തമാശക്കാണ്, ഒരുപക്ഷെ ശ്രീ റജി ലൂക്കോസ് ഒക്കെ അത് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു തമാശ കണക്കെ ചിരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് CPM പറഞ്ഞിരുന്നതാണല്ലോ ഈ ബിന്ദു അമ്മിണിയും കനകദുർഗയും ഒക്കെ ശബരിമലയിൽ പ്രവേശിച്ചത്. അപ്പൊ അയ്യപ്പ സംഗമം നടത്തുന്ന സമയത്ത് അവരെയും മുഖ്യാതിഥികളായിട്ട് ക്ഷണിക്കേണ്ടതല്ലേ? ക്ഷണിക്കുമോ? അങ്ങനെയല്ലേ വേണ്ടത് അങ്ങനെയാണെങ്കിൽ? കാരണം സർക്കാരിന്റെ പൊസിഷൻ അതാണല്ലോ. അപ്പോൾ ആ പൊസിഷനിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് നമുക്ക് മറുപടി വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ ഒന്നും വിളിക്കാനുള്ള സാധ്യതയില്ല, അവരെ പങ്കെടുപ്പിക്കുകയില്ല. കാരണം അത് ആപൽക്കരമാണ്. സ്വന്തം ഒരു തോക്കെടുത്തിട്ട് സ്വന്തം കാലിലേക്ക് വെടിവെക്കുന്നതിന് തുല്യമാണ്. CPM ഒരു 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ ഹിന്ദു മതവിശ്വാസികൾ BJPയിലേക്ക് പോകേണ്ടതില്ല, അതേപോലെ ഈഴവ വിശ്വാസികൾ അവിടേക്ക് പോകേണ്ടതില്ല എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ചു കാലം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ അല്ല എന്നാണ് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത്. അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചോ സനാതന ധർമ്മത്തിനെ കുറിച്ചോ ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ചോ എന്തെങ്കിലും തരത്തിലുള്ള ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഇത് പറയില്ലായിരുന്നു. കാരണം ശ്രീനാരായണ ഗുരു കേരളത്തിൽ നടത്തിയിരിക്കുന്ന 30-ലധികം ക്ഷേത്ര പ്രതിഷ്ഠകളെല്ലാം തന്നെ തന്ത്രവിധി പ്രകാരം സനാതന ധർമ്മം പറയുന്നതനുസരിച്ച് ചെയ്തിരിക്കുന്നതാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന സ്തവങ്ങളും സ്തോത്രങ്ങളും എല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന 33 കോടി ദേവതകളെ കുറിച്ചുള്ളതാണ്. സനാതന ധർമ്മമാണ്. സനാതന ധർമ്മത്തിനെ എതിർക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ അതിനോടൊപ്പം എതിർക്കുന്ന ഒന്ന് സംസ്കൃതമാണ്. ഒരു അസാമാന്യ സംസ്കൃത പണ്ഡിതനായിരുന്നു അദ്ദേഹം. സംസ്കൃതത്തിലും എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ DMK അടക്കം എതിർത്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും സംസാരിക്കുന്നത് ഇതിനൊക്കെ എതിരാണ്, വേദത്തിനും ഉപനിഷത്തിനും എതിരെ. അപ്പോൾ ആ വേദത്തിനെ ഉപനിഷത്തിനെ പഠിച്ച് വ്യാഖ്യാനിച്ച് എഴുതിയിരിക്കുന്ന മന്ത്രം, തന്ത്രം, യന്ത്രം ഇതെല്ലാം തന്നെ വിധിപ്രകാരമാണ് എന്ന് സമർത്ഥിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ ഈ സനാതന ധർമ്മത്തിന്റെ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ അടർത്തിയെടുത്ത് ഒരു പുതിയ സെക്ട് ഫോം ചെയ്ത് ആ സെക്ട് ഞങ്ങളോടൊപ്പം വരൂ എന്ന് പറയുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അല്ലേ? അതല്ലാതെ ഇവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള സമൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണോ? അല്ല.
പാർട്ടി പൊളിറ്റിക്സ് ആണ്. അത് വോട്ട് കിട്ടുന്നതിനാണ്, ഒരു വിഭാഗത്തിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ല എങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കൊട്ടേഷൻ ഉണ്ടല്ലോ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അതിന്റെ പൂർണ്ണ ഭാഗം എന്താണ്? 1927 പള്ളാത്തുരുത്തിയിലെ SNDP യോഗത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. ആ പറഞ്ഞിരിക്കുന്നതിന്റെ പൂർണ്ണ സെന്റൻസ് പോലും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള സനാതന ധർമ്മം അങ്ങനെയുള്ള ഒരു മതമായി മാറുന്നു. അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരെല്ലാവരും ഈ സംഘടനയിൽ ചേരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എന്താ മുഖ്യമന്ത്രി പറയുന്നത്? സനാതന ധർമ്മം വേറെയാണ്, സനാതന ധർമ്മം ശരിയല്ല, അത് ജാതി വ്യവസ്ഥയാണ്. ഇത് തന്നെ പിന്നെ തത്ത പാടുന്നത് പോലെ പാടുന്ന ആൾക്കാരാണ് DMK. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ശബരിമലയിലേക്കായിരുന്നു നോക്കും. ശബരിമല ചെന്ന് കഴിയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? തത്വമസി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പറയുന്ന കാര്യമാണ്. എല്ലാത്തിന്റെയും ഉള്ളിലുള്ള പരമമായിട്ടുള്ള സത്യവും ആത്മാവും എല്ലാം ഒന്ന് തന്നെയാണ്, അത് നീ തന്നെയാണ്. അപ്പൊ നീ എന്തിനെ തേടുന്നോ അത് നീ തന്നെയാണ്. അദ്വൈത വേദാന്ത സൂത്രം എഴുതുന്ന സമയത്ത് തസ്മാത് തസ്യ സത്വാച എന്ന് ശ്രീനാരായണ ഗുരു എഴുതിയിരിക്കുന്നത് എന്താണ്? സർവം ബ്രഹ്മമയം, നിന്നിലും എന്നിലും ഉള്ളതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സനാതന ധർമ്മമാണെന്നേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ മുഴുവൻ എതിർത്തുകൊണ്ട് ഒരു പാർട്ടി വേറെ അതേ നിലപാടുള്ള മറ്റൊരു പാർട്ടിയുമായിട്ട് ചേർന്നിട്ട് ഒരു പരിപാടി നടത്തുന്നത് മുഴുവനും ഇവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് മാനികൾക്ക് വേണ്ടിയിട്ട് സിംഹങ്ങൾ നടത്തുന്ന ഒരു സമ്മേളനം. അല്ല, ഇതിനൊരു ആത്മീയ വിനോദയാത്രയായി കണ്ടാൽ പോരെ? അതിനും അപ്പുറം അതിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? അല്ല, ആത്മീയ വിനോദയാത്ര ആത്മീയത താല്പര്യമുള്ളവർക്കാണ്. അല്ലാതെ വെറും വിനോദയാത്ര വിനോദയാത്രയായിട്ട് റീബ്രാൻഡ് ചെയ്തതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് BJP. ഇവിടെ രാഹുൽ പറഞ്ഞൊരു സ്പിരിച്വൽ പിൽഗ്രിമേജ് എന്നാണ്. അതെന്ന് പറയുമ്പോൾ ആത്മീയ തീർത്ഥാടനമാണ്. അതാണോ അതോ വിനോദയാത്രയാണോ എന്നുള്ളതാണ്. വിനോദയാത്രയല്ല ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പമ്പ വരെയുള്ള അല്ല, ഈ വരവിൽ വിശ്വാസിയും അവിശ്വാസിയും എല്ലാം ഉണ്ടല്ലോ. അല്ല, അത് ആരെക്കുറിച്ചാണ്? അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ അതിനകത്തിൽ അയ്യപ്പ അവിശ്വാസികളാണോ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക? അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് അയ്യപ്പ വിശ്വാസികൾ. ഫലത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്ന ഈ അയ്യപ്പ സംഗമത്തിൽ അങ്ങനെയുള്ളവർ മാത്രമായിരിക്കുമോ? വിശ്വാസികൾ മാത്രമായിരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിന്റെ പോലും സൂപ്പർലേറ്റീവിലേക്ക് ഇവർ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ബിന്ദു അമ്മിണിയും കനകദുർഗയും പ്രത്യേക അതിഥികളായിട്ട് വിളിച്ചിട്ട് വിശേഷാൽ ഇരിപ്പിടം കൊടുക്കണം. അങ്ങനെ ചെയ്യാനായിട്ട് അവർക്ക് ഇപ്പോൾ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന പൊസിഷനെ ഡൈല്യൂട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, RSSോ BJPയോ കോൺഗ്രസോ മുസ്ലിം ലീഗോ ഇനി UDFനോടൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും ഘടകകക്ഷിയോ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തിയാൽ അതിൽ ഞാൻ ചിരിക്കില്ല. എനിക്കതിൽ തമാശയില്ല. കാരണം ഇവരെല്ലാവരും തന്നെ ഒരുപക്ഷെ പലരും ആദ്യം സ്വീകരിച്ചിരുന്ന നിലപാടിനെ തിരുത്തിക്കൊണ്ട് പിന്നീട് ഭക്തരായിട്ടുള്ള ആൾക്കാരോടൊപ്പം നിന്നിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ കോൺഗ്രസിൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി ആദ്യം തന്നെ ശബരിമലയുടെ നിലപാട് വരുന്ന സമയത്ത് അതിനെ സ്വാഗതം ചെയ്തിരുന്നു, ആ വിധി വന്നിരുന്ന സമയത്ത്. പക്ഷെ പിന്നീട് കോൺഗ്രസ് അത് തിരുത്തി. കേരളത്തിലുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും യുവതീ പ്രവേശം അനുവദിക്കുന്ന സമയത്ത് അതിനെ സ്വാഗതം ചെയ്തു. നേരത്തെ ശ്രീ രാഹുൽ പറഞ്ഞതുപോലെ RSSലുള്ള BJPയിലുള്ള പല നേതാക്കന്മാരും ആ വിധി അന്ന് സ്വാഗതം ചെയ്തു. പക്ഷെ ഭക്തരുടെ താല്പര്യം എവിടെയാണ് എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ അവരൊക്കെ ആ നിലപാട് മാറ്റി. ഇവിടെ മറ്റൊരു കാര്യമാണ്, അന്ന് NSSും SNDPയും ഒക്കെ ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്. NSS ആയിരുന്നു പ്രധാനമായിട്ട്. പന്തളത്ത് ആദ്യം തന്നെ ഈ യുവതീ പ്രവേശനത്തിനെതിരെ പ്രതിഷേധം വന്നത് NSSന്റെ ഭാഗത്ത് നിന്നായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ചിരിക്കുകയാണ് NSSന്റെ പ്രതിനിധി പോലും ആ കമ്മിറ്റിയിലുണ്ട്. അല്ല, അതാണ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലപാട് ഒരു സംഘടന സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ NSSലെ അംഗമാണ്. അന്ന് NSS പറഞ്ഞിരുന്നു മറ്റേ ഒരു അയ്യപ്പ ജ്യോതി, അതിൽ നമ്മൾ പങ്കെടുക്കും, ആ സമയത്ത് എല്ലാ വിശ്വാസികളായിട്ടുള്ള നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ആ ജ്യോതി തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് അത് കേട്ട് തെളിയിച്ചിരുന്ന ആളാണ് ഞാനിപ്പോഴും അവിടെ തെളിയിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണെന്നേ. NSSന് ചിലപ്പോൾ നിലപാട് മാറിയിട്ടുണ്ടാകും, എനിക്കറിയില്ല. NSS അതിനു വേണ്ടിയിട്ട് ചെയ്തിരുന്ന സ്പിരിച്വൽ ഫൈറ്റ് ഉണ്ട്. ആ സ്പിരിച്വൽ ഫൈറ്റ് എന്ന് പറയുന്ന ഒരു ലീഗൽ ഫൈറ്റ് കൂടി അവർ മാറ്റിയിട്ടാണ് പരാശരൻ എന്ന് പറയുന്ന ഏറ്റവും പ്രസക്തനായിട്ടുള്ള ഒരു അഭിഭാഷകനെ തന്നെ കൊണ്ടുവന്ന് ശബരിമലയിൽ ഇത് വാദിച്ചത്. അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഞാനിത് വാദിക്കുന്നത് ഇവിടുത്തെ കോടതിയിൽ ജയിക്കാനല്ല, സാക്ഷാൽ അയ്യപ്പന്റെ മുന്നിൽ ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ശ്ലാഘനീയമായിട്ടുള്ള ഒരു പൊസിഷൻ അന്ന് NSS എടുത്തിരുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള NSS ഇങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അതിനുശേഷം കുറേയധികം വെള്ളം ഈ പാലത്തിന് താഴെ കൂടെ ഒഴുകി പോയിട്ടുണ്ട് എന്നും ഇവർ തമ്മിലുള്ള പല ഇക്വേഷൻസും പിന്നീട് പാച്ചപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുമാണ്. പക്ഷേ വിശ്വാസിയായിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ചോദിക്കുന്നത്, അതായത് NSS ഇപ്പൊ ചോദിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഞങ്ങൾ അത് എതിർത്തിരുന്ന ആ വിഷയത്തിൽ അല്ലയോ സർക്കാരെ, അല്ലയോ ശ്രീമാൻ പിണറായി വിജയ, അങ്ങയുടെ നിലപാട് എന്താണ്? അങ്ങിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? ആ ഒരു കാര്യത്തിനെ പറ്റി ക്ലാരിറ്റി വേണ്ടേ? വിധിയിൽ സ്റ്റേ ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആഗോള സംഗമവുമായി ബന്ധപ്പെട്ട് ഒരുപറ്റം സ്ത്രീകൾ അവിടെ വരികയും യുവതികൾ അവിടെ വരികയും ഞങ്ങൾക്ക് അവിടെ പ്രവേശിക്കണമെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ആഘോഷപൂർവ്വം അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പണ്ടത്തെ പോലെ ഹെൽമെറ്റും മറ്റു കവചകുണ്ടലുകളും ഒക്കെ വെച്ച് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് എന്താ മറുപടി? ശരി, റജിലൂക്കോസ്, അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? ശ്രീ റജിലൂക്കോസ്, ശ്രീത്ത് പറയുന്ന പോലെ അത് വാസവനാണെങ്കിൽ എനിക്ക് അതിനകത്ത് വിഷമം തോന്നി. കാരണം ശ്രീത്ത് എന്റെ നല്ല സുഹൃത്താണ്. വിശ്വാസികളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഡെവലപ്ഷൻ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഒരു ഉദാഹരണം പറയാം, അത് ബഹുമാനപ്പെട്ട ശ്രീത്ത് മണിക്കൊന്ന് കേൾക്കണം. ഞാൻ താമസിക്കുന്ന പാലായ്ക്ക് സമീപമാണ്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ പാസ് ചെയ്യുന്ന ഒരു റോഡിന്റെ പല റോഡുകൾ ഒന്നിന്റെ പക്കത്താണ് ഞാൻ താമസിക്കുന്നത്. എത്രയോ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 7-8 വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് അതിലെ പോകുമ്പോൾ ഈ അയ്യപ്പന്മാർ വന്ന് ചോദിക്കും, വണ്ടി നിർത്തിയിട്ട് ഞങ്ങളിവിടെ ഭക്ഷണം പാചകം ചോട്ടെ, വിരിവെച്ചോട്ട് തിരിക്കും. വളരെ സൗഹാർദ്ദപരമായിട്ട് അവരെ വെൽക്കം ചെയ്യും. അവർക്ക് അവരുടെ എല്ലാ സംഭവങ്ങളുണ്ട്. ഞങ്ങൾ നല്ല വെള്ളം അവർക്ക് കൊടുക്കും, ഇല്ലെങ്കിൽ പാത്രങ്ങൾ കൊടുക്കും ശുദ്ധീകരിച്ചിട്ട്. അവരാരും നിങ്ങൾ അയ്യപ്പ വിശ്വാസിയാണോ അല്ലയോ ഒന്നും സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല. അവരാരും അവിടെ അവരങ്ങനെ ഒന്നും ചോദിക്കാറില്ല. ഞങ്ങളും വളരെ സ്നേഹത്തോടുകൂടി അങ്ങനെ ഒരു വലിയ കാഴ്ച നിങ്ങൾക്ക് ഈ പ്രദേശങ്ങളിലെല്ലാം കാണാം. എന്റെ വീട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും കാണാം. ശബരിമലയിൽ തൊഴാൻ പോകുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അല്ല, ശ്രീജിത്തോടില്ല, ഞാനത് പറഞ്ഞു പൂർത്തിയിട്ടുണ്ട്. അങ്ങ് ഇപ്പൊ ഇത്രയും പറഞ്ഞല്ലോ. അങ്ങനെയൊന്നും നോക്കിയിട്ടൊന്നുമില്ല അവരാരും വരുന്നത്. നിങ്ങൾ അവരെ ആര്യത്തിലേക്ക് മാറ്റാതിരുന്നാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തുന്നു. അവിടെ വരുമ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. ഞാനൊരു വലിയ കടുത്ത വിശ്വാസിയൊന്നുമല്ല. പക്ഷെ ഞാൻ എന്നെ പോലുള്ളവർക്ക് ഇതിനെ ബഹുമാനിക്കുന്നു. അയ്യപ്പ ക്ഷേത്രത്തെ ബഹുമാനിക്കാത്ത, ശബരിമല ധർമ്മശാസ്ത്രത്തെ ബഹുമാനിക്കാത്ത, ആ തീർത്ഥാടനത്തെ മാനിക്കാത്ത ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ യുക്തിവാദി പോലും മാനിക്കും. കാരണം എന്തുകൊണ്ടാ? അത് ജനങ്ങളുടെ സംഗമഭൂമിയാ, ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു ഏരിയയൊക്കെ. ലോകത്തിന് മുമ്പിൽ തന്നെ നമ്മുടെ മതേതരത്തിന്റെ ഒരു വലിയൊരു സംഗമ കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത്. അവിടെ അമ്മിണി വരുവോ, തങ്കമ്മ വരുവോ, അവർ വന്ന് എന്ത് ചെയ്യും? ഇത്രയൊക്കെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നത് എത്ര നമ്മളെ പോലുള്ള ഈ പരിഷ്കൃത മലയാളികളുണ്ട് ഇങ്ങനെ ചോദിക്കാം. അങ്ങനെ ഒരു എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇതിനെ കലക്കാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ട്, അവർക്കൊന്നും അവിടെ പ്രവേശനം ഉണ്ടാകത്തില്ല. ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ പ്രസക്തി ലോകം മുഴുവനും വരുന്ന തരത്തിൽ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ടെന്നേ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തെ സംബന്ധിച്ചോളം വേറൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ട്? ഹിന്ദു സഹോദരങ്ങളുടെ വോട്ട് മൊത്തത്തിൽ CPM പോകുമെന്നുള്ളൊരു ഭയമാണ് നിങ്ങളെല്ലാം ബാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ SNDP NSS ഇതിനെ സ്വാഗതം ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെയൊന്നും ചിന്തിക്കുന്നവരാണ് മലയാളികള്. അവന്റേതായ രാഷ്ട്രീയമുണ്ട്, അവന്റേതായ ഭക്തിയുണ്ട്, ഭക്തി ഇല്ലായ്മയുണ്ട്. നമ്മൾ അതിനെല്ലാം ഇങ്ങനെ നിർവചിച്ച് ഈ പരിഷ്കൃത കേരളത്തിൽ പോലും ഇങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ ദുഃഖം തോന്നുന്നു. അത് നിങ്ങൾ നടത്തി കഴിയട്ടെ. അവിടെ എന്തെങ്കിലും അപാകത ഉണ്ടോ നോക്കിയിട്ട് നിങ്ങൾ വിമർശിക്കും. ഇത് ഭാവനയിൽ നിന്ന് അങ്ങനെ വരും, അങ്ങനെ വന്നാൽ ഇങ്ങനെ വരും. ഞാൻ പറയാം, എന്റെ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കരോട് ഞാനൊരു കാര്യം പറയാം. ശബരിമല നിങ്ങൾ ആരും ഈ രീതിയിലൊക്കെ മാറ്റി സെപ്പറേറ്റ് ആയ ഒരു സെഗ്മെന്റിലേക്ക് മാത്രം നിങ്ങൾ ഒതുക്കാൻ ശ്രമിച്ചാലും ശബരിമലയിലെ തീർത്ഥാടകരുടെ എണ്ണം കൂടത്തേ ഉള്ളൂ. ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ശബരിമല പോകുന്ന അയ്യപ്പന്മാര് വേറെ ഒന്നും അവർക്ക് ലക്ഷ്യമില്ല. അവർക്ക് ആ ധർമ്മശാസ്ത്രവനെ കാണുക, അവിടെ പോയി തൊഴുക, അതൊക്കെയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവർ ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്സും ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട്, ഈ ശബരിമലയുടെ ആസ്ഥാനമായ കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തെ ഇതുപോലെ ഇകഴ്ത്തി, നിങ്ങൾ ചെയ്യുന്ന ഇഴുത്താൻ അല്ലെങ്കിൽ പോലും അതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യരുത്. വളരെ സിമ്പിൾ ആയ ഡിസ്കഷനാണ്. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് നിയമമാണ്. 2 തവണ കേന്ദ്ര സർക്കാർ ആ സമയത്ത് സംസ്ഥാന സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് കത്തയച്ചു. സ്ത്രീകളെ അവിടെ പ്രവേശിക്കുന്നതിനുള്ള സുരക്ഷ കൃത്യമായിട്ട് പാലിക്കണം, ഇല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സുരക്ഷ തരാൻ തയ്യാറാണെന്നുള്ളത്. അവസാന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ലെറ്റർ കാണിച്ചത്. കേന്ദ്ര സർക്കാർ അതിന് നിഷേധിച്ചിട്ടില്ല. പിന്നെ എന്തിനായിരുന്നു അവിടെ സമരം നടത്തിയത്? സുപ്രീം കോടതി വിധിയെ പാലിക്കാതിരിക്കാൻ പറ്റുമോ? ഉടനെ അത് ശബരിമല തകർക്കാനാണ്, ശബരിമലയുടെ വിശ്വാസം തകർത്ത് ശബരിമല ഇല്ലായ്മ ചെയ്യാനാണെന്ന്. ശബരിമലയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇടതുപക്ഷ സർക്കാർ ചോദിച്ചാൽ ഈ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കുമോ? അല്ലല്ല, ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. അന്നൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. അത് തിരിച്ചടിയായപ്പോൾ നിലപാട് മാറ്റി. അതല്ലേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ഇത് വോട്ട് ബാങ്കാണ് ലക്ഷ്യം എന്നുള്ള കാര്യം. ജനറൽ ഡയറക്റ്റീവ് മാത്രമാണ്. സ്ത്രീകളെ അവിടെ പ്രവേശിക്കാനുള്ള എല്ലാവിധ സൗകര്യം മറുപടിയാണ്. അല്ല, ഞാൻ സമ്മതിച്ചു. അത് പിന്നെ ശ്രീജിത്ത് പറഞ്ഞാല് നമ്മുടെ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞാൽ അത് ഫ്രീസറിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് മനസ്സ് വെച്ചാലും, ഏത് സർക്കാർ മനസ്സ് വെച്ചാലും ശബരിമല തകർക്കുക എന്ന് പറയുന്നത് നടക്കില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇപ്പൊ ശബരിമലയ്ക്ക് കോട്ടം വരുന്ന ഒരു കാര്യം വന്നാൽ ഇപ്പോൾ ഞാൻ പോലും എതിർക്കും. എന്തുകൊണ്ടാണ്? ഞാൻ പൂർത്തീകരിക്കട്ടെ. ഇപ്പൊ 60 ദിവസം കേരളത്തിലേക്ക് ഒഴുകുന്ന പണം എത്രയാ? 60,000 കോടി രൂപയാണ്. ശബരിമലയ്ക്ക് വരുന്ന 190 കോടിയായിരിക്കും. കേരളത്തിന്റെ മുക്കിലും മൂലയിലും. അപ്പോൾ താങ്കൾ പറയുന്ന ഈ അയ്യപ്പ സംഗമം വരുന്നതോടുകൂടി അത് വീണ്ടും കൂടുമെന്നുള്ളതാണല്ലോ. ശ്രീ MS വേണുഗോപാൽ, അങ്ങനെ ഒരു ആഗോള തലത്തിലേക്ക് ഖ്യാതി കൊണ്ടുപോവുക എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. ശരി, ശ്രീ വേണുഗോപാൽ. അല്ല, ഇത് തന്നെയാണ് ഈ സംഗമത്തെ എതിർക്കുന്നവരും പറയുന്നത്. അതായത് ഇത് ആഗോള തലത്തിലുള്ള ഒരു ഫണ്ട് കളക്ഷനായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഇത് വാണിജ്യവൽക്കരിച്ചുകൊണ്ട് പോകാനുള്ളൊരു നടപടിയും കൂടെയാണെന്നാണ്. അതിൻ്റെ
അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ലോക മലയാളി അസോസിയേഷനുകളെയും വിളിക്കുന്നു. അതുപോലെ തന്നെ കേരള സംഘടനയുടെ ആൾക്കാരെ എല്ലാം വിളിക്കുന്നു. എന്നിട്ട് ഈ 3000 പേരിരുന്നു കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് പറയുന്നത്. ഞാൻ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് 5 വർഷം ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ പല മാസ്റ്റർ പ്ലാനുകളും തയ്യാറാക്കുന്നുണ്ട്. ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് അതിനൊരു എക്സ്പേർട്ട് ടീം 5 or 10 പേരോ അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്കോ ഇരുന്ന് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ നമ്മളതിനെ ഡിസ്കസ് ചെയ്യുമെന്നല്ലാതെ ഒരു മാസ്റ്റർ പ്ലാൻ ഒരു മാസിൻ്റെ മുമ്പിൽ നിന്ന് തയ്യാറാക്കുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പോൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ഒരു കൊമേഴ്സ്യലൈസേഷൻ കൂടി ഉണ്ട് എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പല സംഘടനകളും ചോദിക്കുന്നത്. കാരണം 300 കോടിയോളം രൂപ ഒരു വർഷം ശബരിമലയിൽ കിട്ടുകയാണ്. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ, അത് ഉപയോഗിച്ച് ശബരിമലയുടെ വികസനം നടത്താൻ, ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് വേണ്ട ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാനൊന്നും ഇതുവരെ 5 വർഷം വീതം 10 വർഷം ഇരുന്ന ഈ സർക്കാരിന് കഴിഞ്ഞില്ല. അപ്പോൾ ഈ 10 വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇത്തരം ഒരു ബോധോദയമുണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്ന സംഘപരിവാർ സംഘടനകൾ പ്രധാനമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ്. അവിടെ ഒരു കൊമേഴ്സ്യലൈസേഷൻ, ആ കൊമേഴ്സ്യലൈസേഷൻ വരുമ്പോൾ ആർക്കും വരാം, എന്തും ചെയ്യാം എന്നുള്ള സനാതന ധർമ്മത്തിനെ അനുകൂലിക്കുന്നവനും എതിർക്കുന്നവനും അതുപോലെ തന്നെ ഹിന്ദു വിശ്വാസിക്കും വിശ്വാസമില്ലാത്തവനും ദൈവവിശ്വാസമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ വന്ന് അവിടെ ബിസിനസ് ചെയ്യാവുന്ന ഒരു ബിസിനസ് സെന്റർ കൂടി വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആചാരം ലംഘിച്ചുകൊണ്ടൊന്നും ചെയ്യുവാൻ തയ്യാറാവുകയില്ലല്ലോ. വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഹൈന്ദവ വോട്ട് അല്ല, അതിപ്പോൾ വരുന്നതല്ലേ. ഇപ്പോഴത്തെ സംഗമത്തിന്റെ ഉദ്ദേശം വോട്ട് ബാങ്ക് തന്നെയാണ്. ഇപ്പോൾ ഇത് ഒരു തുടക്കം കുറിക്കുകയാണ്. ഇതിനെ ബേസ് ചെയ്തായിരിക്കും ഇനി കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ അതാ ഞങ്ങൾ ലോകത്തെ മുഴുവൻ അയ്യപ്പന്മാരെയും അയ്യപ്പ ഭക്തരെയും അതിലെ എക്സ്പേർട്ടുകളെ ഉൾപ്പെടെ വിളിച്ച് അവിടെ നടത്തിയ മാസ്റ്റർ പ്ലാൻ, അതിനെ ആർക്ക് ചോദ്യം ചെയ്യാൻ കഴിയും? പണ്ട് കരുണാകരൻ ചോദിച്ച പോലെ ഹിന്ദുവിന് ഇവിടെ നേതാവുണ്ടോ എന്ന് കരുണാകരൻ ചോദിച്ചതാണ് ഏറ്റവും വലിയ അടിയായത് കോൺഗ്രസിന് പിന്നീട്. അതുപോലെ അത് തന്നെയാണ് സംഘപരിവാർ സംഘടനകൾക്ക് വളമായത്. അതുപോലെ തന്നെ പിന്നീട് വന്ന പല പ്രശ്നങ്ങളിലും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഉണ്ടായത് തന്നെ ഇപ്പോൾ വരാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഈ 3000-ഓളം വരുന്നവർ ചേർന്ന് ഉണ്ടാക്കുന്ന ഈ പ്രോജക്റ്റ് റിപ്പോർട്ട്, ഇതിൻ്റെ ബേസിൽ ഇനി മുന്നോട്ട് പോകാൻ ആർക്ക് തടസ്സം പറയാൻ കഴിയും? ഞങ്ങൾ ആ ലോകത്തെ മുഴുവൻ അയ്യപ്പന്മാരെയും വിളിച്ചുകൊണ്ട്, അയ്യപ്പ ഭക്തരെ അതിലെ എക്സ്പേർട്ടുകളെ വിളിച്ചുകൊണ്ട്, വിവിധ സ്പിരിച്വൽ ലീഡേഴ്സിനെ വിളിച്ചുകൊണ്ട്, ഇപ്പോൾ പറയുന്ന പോലെ NSSനെ SNDP വരെ വിളിച്ചുകൊണ്ട് അവരുടെയൊക്കെ വായിൽ മണ്ണിടാനുള്ള എളുപ്പമാർഗ്ഗമാണിത്. നിങ്ങളെല്ലാം വിളിച്ചല്ലേ ഞങ്ങളന്ന് 3000 പേരുടെ സംഗമം നടത്തിയത്. ആ സംഗമത്തിലെടുത്ത തീരുമാനം അതാണ് ഇത് കൊമേഴ്സ്യലൈസ് ചെയ്തുകൊണ്ട് ഇത് വലിയൊരു സ്പിരിച്വൽ ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രദേശത്ത് മുഴുവൻ നടത്താൻ പോകുന്നത്. അതിന് നിങ്ങൾ എന്തിനെ എതിർക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഉണ്ടാകുന്നതിൻ്റെ ഭയമാണ് അവർ ഇപ്പോൾ തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ രീതിയിൽ പറ്റില്ല. ഇതിന് വിശദമായ ചർച്ചയും മറ്റു കാര്യങ്ങളും നേരത്തെ നടത്തേണ്ടതായിരുന്നു. സമ്മേളനത്തിൽ വിളിച്ചിട്ട് അല്ല ചർച്ച നടത്തേണ്ടതെന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, സാറ് പറഞ്ഞു ഗവർണർ സാർ പറഞ്ഞു കൊമേഴ്സ്യലൈസ് ചെയ്യാൻ പോകുന്നുള്ളൂ. സാറ് ഒരുപാട് തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിട്ടുണ്ടല്ലോ. ഞാൻ പോയിട്ടുള്ള ഒരു ക്ഷേത്രത്തെ കുറിച്ച് പറയാം. പുരി രഥോത്സവം ഞാൻ 2 തവണ കണ്ടിട്ടുള്ള ആളാണ്. എനിക്ക് ഇത്തരം സംഗമങ്ങൾ ഇഷ്ടമാണ്. പുരിയിൽ നിങ്ങൾ ഈച്ച് ആൻഡ് എവരുടെ അല്ലേ? പുരി എന്ന് പറയുന്ന ക്ഷേത്രത്തിന് ചുറ്റും ലക്ഷക്കണക്കിന് ആളുകളാണ് ജീവിക്കുന്നതുകൊണ്ടാ ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. എത്രയോ മനുഷ്യരുടെ ജീവൻ. അതുപോലെ തന്നെയല്ലേ ശബരിമലയും. അല്ല, പറഞ്ഞോട്ടെ, ഞാൻ അതിന് മറുപടി പറഞ്ഞോട്ടെ. സാറേ ഇത് പൂർത്തീകരിക്കട്ടെ. ശബരിമലയ്ക്ക് വരുന്നതിന് ഗുണം കിട്ടുന്നത് കേരളത്തിന് മാത്രമല്ല. നിങ്ങൾ വിജയവാഡ പോലെ ഇങ്ങോട്ട് തമിഴ്നാട്ടിലൊക്കെ പോയി വഴിയോരങ്ങളിൽ മുഴുവൻ ഈ ഒറ്റ തീർത്ഥാടന കേന്ദ്രമുണ്ട്. എത്രയോ ലക്ഷങ്ങൾ ആളുകൾ ഇതിന്റെ പേരിലുള്ള കച്ചവടങ്ങൾ നടത്തി ജീവിക്കുന്നു. ഇതെല്ലാം ബ്ലോക്ക് ആക്കി ഇതെല്ലാം കൂടുന്നതാണ് ഒരു രാഷ്ട്രം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വൈഷ്ണവ ക്ഷേത്രം ജമ്മുവിൽ സാറ് പോയിട്ടുണ്ടല്ലോ. ഞങ്ങളത് നടന്നു കയറിയിട്ടുണ്ട് അതിന്റെ മുകളിൽ. അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ വരുന്ന തീർത്ഥാടനത്തിൽ ഒരു 10% ഫോറിനേഴ്സാണ്. ഞങ്ങളൊക്കെ അവരോട് പലരും ചോദിച്ചു. അവർ പറഞ്ഞത് എന്താ അറിയോ? ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണ് അവരെ ആകർഷിക്കുന്നത്. അവരവിടുന്ന് പർച്ചേസ് ചെയ്യുന്നു. അതൊക്കെ തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രം സമൂഹത്തിൽ അതിനെ നിങ്ങൾ എങ്ങനെയാ കൊമേഴ്സ്യലൈസ് എന്ന് പറയുന്നത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശബരിമല എന്ന് പറയുന്നത് ആ ഇരിക്കുന്ന അമ്പലം മാത്രമല്ല, അതിന് ചേർന്നുള്ള 18 മലകൾ ചേർന്ന് അതാണ് അയ്യപ്പൻ്റെ പൂങ്കാവനം എന്ന് പറയുന്നത്. അതെന്തിനാണ് അങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, അയ്യപ്പൻ്റെ ശബരിമലയിലേക്ക് പോകുന്നത് ഒരു വനത്തിലൂടെയുള്ള ഒരു യാത്ര പോലെയാണ്. പ്രകൃതി സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മൾ ഒരു സിറ്റിയിൽ നിന്ന് നമ്മളൊരു വനത്തിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടുത്തെ ഏറ്റവും
പ്രധാനപ്പെട്ട ഒരു മല കയറി അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിൽ ഒരാൾക്കുണ്ടാകുന്ന ശാരീരിക മാനസിക പരിവർത്തനം കൂടെ അതിനകത്തുണ്ട്. നിങ്ങളിത് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് ടൗൺഷിപ്പ് ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുരി പോലെ ഇവിടെ ആയിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അയ്യപ്പനെ കാണാൻ ഇത്രയും പേര് വരുന്നത്? അയ്യപ്പനെ കാണാൻ വരുന്നത് അയ്യപ്പനൊരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ 18 മലകൾ, അതിൻ്റെ നടുവ് നിൽക്കുന്ന ആ ഗ്രീനറി, അതിൻ്റെ മധ്യത്തിലുള്ള ഒരു പ്രത്യേക ഹരിതാഭമായ ഒരു കുന്ന്, അതിൻ്റെ മുകളിൽ എന്നുള്ള കൺസെപ്റ്റാണ്. അതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് കൂടുതൽ നശിപ്പിക്കുന്നതിന് പകരം അത് കൂടുതൽ ഹരിതാപമാക്കി നിർത്തിക്കൊണ്ട് അവിടുത്തെ മുഴുവൻ പ്രകൃതിയെയും സംരക്ഷിച്ചുകൊണ്ട് ആ കൺസെപ്റ്റ് കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിനോട്ട് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതാണ് ഇതെല്ലാം പറയുമ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടിയും വരും. അങ്ങനെയല്ല, ഇതൊരു സെൻസിറ്റീവ് ബാലൻസ് ആണ്. അവിടെ ദേവസ്വവും വനം വകുപ്പും ഗവൺമെന്റും തമ്മിൽ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടഗ് ഓഫ് വാർ ഉണ്ടാകുന്ന. എന്നാലും ഒരു കാര്യത്തിൽ സന്തോഷം രേഖപ്പെടുത്തുന്നുണ്ട്. ഇനിയും ശബരിമല പ്രക്ഷോഭത്തെയോ യുവതി പ്രവേശത്തിലോ വന്ന രാഹുൽ ഈശ്വറിനെയും ശ്രീ പണിക്കരെയോ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. റജി ലൂക്കോസ് സാർ ഉണ്ട്, ഞങ്ങളെക്കാൾ ശക്തമായിട്ട് ശബരിമല ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളതിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ട്. അത് ശക്തമായിട്ട്, അതായത് ഞാനൊക്കെ ബിന്ദു അമ്മിണി പറയുന്നതിനെക്കാട്ടി എത്രയോ കുറെ കൂടെ ശക്തമായിട്ടാണ് അദ്ദേഹം തള്ളി പറഞ്ഞു എന്നുള്ള സത്യമാണ്. നേരത്തെ ശ്രീ പണിക്കർ പറഞ്ഞ പോലെ കഷ്ടകാലത്തിന് അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഒരു മാപ്പ് പറഞ്ഞിട്ട് തള്ളി പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് തള്ളി പറഞ്ഞാൽ നന്നായിരിക്കും. ഷൂട്ടിംഗ് ഇൻ വൺസ് ഓൺ ഫേസ് ആകും. ഒരു കാര്യം കൂടെ സഖാവ് പിണറായി വിജയൻ അവർകളോട് ഒരു നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനാണ് പണ്ട് എന്ത് ശബരിമലയെ കുറിച്ച് പറയുമ്പോഴും ഞാൻ ഈ അയ്യപ്പനും അവരും പറഞ്ഞു തുടങ്ങും. ഇന്ന് മുഖ്യമന്ത്രി അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങിയത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമല മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്, അയ്യപ്പന്റെ അവരുടെയും കേന്ദ്രമാണ്. അങ്ങനെയൊക്കെ പറയുന്നത് നല്ലതാണ്. ഇനി പോസിറ്റീവ്ലി പറഞ്ഞ തമാശക്കപ്പുറം പറഞ്ഞ ജി സുധാകരൻ സാറിനടക്കം ശ്രീ AK ബാലനടക്കം ഒരുപാട് പേർക്ക്, കടകംപള്ളി സുരേന്ദ്രൻ സാറിന് പോലും ഞങ്ങളോടൊക്കെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അന്ന് ശ്രീ പിണറായി വിജയൻ അവരുടെ ഒരു പിടിവാശി ഉണ്ടായി എന്നുള്ള എല്ലാവർക്കും അറിയാം. നമ്മൾ ഇനി മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഇനിയും അദ്ദേഹത്തെ പോലെ വലിയൊരു മനുഷ്യൻ തെറ്റുപറ്റിയതൊന്നും പറയണ്ട. ചില സംഭവങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായി, റിഗ്രറ്റ് ചെയ്യണം. വെള്ളാപ്പള്ളി നരേശൻ സാറിനെ പറഞ്ഞ പോലെ സരസ്വതി വിളയാടുന്ന വ്യക്തിയാണെന്നൊന്നും പറയണ്ട. പക്ഷേ നിങ്ങൾ വിശ്വാസികൾക്ക് വേദന ഉണ്ടായി ഞാൻ മനസ്സിലാക്കുന്നു എന്നൊരു അക്നോളജ് ചെയ്യുന്നെങ്കിൽ നല്ലതാണ്. രണ്ട്, ഒരുപാട് പേരുടെ കേസുകൾ ഇന്ന് നിലനിൽപ്പുണ്ട്, എന്റെ അടക്കം. അപ്പോൾ ഈ കേസുകൾ പിൻവലിക്കാന്ന് പറഞ്ഞു. CAA സമരത്തിന് മുമ്പ് തന്നെ നടന്നതാണ്. അതിനോടൊപ്പം പലതും പിൻവലിച്ചിട്ടില്ല. 3, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ, ഇവിടെ ഈ താത്വികമായ അവലോകനമല്ലോ, RSS സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ അവോയ്ഡ് ചെയ്യരുത്. കാര്യം കുമ്മനം ചേട്ടൻ അടക്കം എത്രയോ വർഷങ്ങളായി ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവരെയൊക്കെ അവഗണിച്ചുകൊണ്ട്, ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു നവോത്ഥാന സമിതിയുടെ പേരിൽ ഹിന്ദു ഐക്യം ഉണ്ടാക്കാന്ന് കരുതരുത്. ഇപ്പം യഥാർത്ഥത്തിൽ NSS ഒക്കെ ശ്രീ പണിക്കർ പറഞ്ഞു, NSSന്റെ ഒക്കെ ഒരു ഡെലിക്കേറ്റ് സിറ്റുവേഷൻ ആണ്. അതായത് മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ വിളിച്ച് അങ്ങനെ ഒരു അയ്യപ്പ സംഘം കൊണ്ട് NSS വരണമെന്ന് പറഞ്ഞാൽ സുകുമാരൻ സാറിന് എന്ത് പറയാൻ പറ്റും? വരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റൂ? എന്നാ സംഗീത് കുമാർ പോട്ടെ എന്ന് പറയാം. അല്ലെങ്കിൽ SNDP അവസാനമാണ് ദേഷ്യപ്പെട്ടത്. അതായത് അവസാനം ഈ യുവതികളെ കയറ്റിയപ്പം പ്രീതി നടേശൻ മാഡം ഒക്കെ പറഞ്ഞു ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച പോലെ ആയിപ്പോയിന്ന്. ഹിന്ദു സംഘടനകൾക്ക് ദേഷ്യമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ തലത്തിൽ നിന്നോ ദേവസ്വം മന്ത്രിയുടെ തലത്തിൽ നിന്നോ നമുക്ക് ശബരിമലയുടെ വികസനത്തെക്കുറിച്ചും ലോക ബ്രാൻഡായി ശബരിമലയെ ഉയർത്താൻ നിങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ അവർക്ക് നോ എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇടയ്ക്ക് വെട്ടുപോകുന്നത് ഈ ഹിന്ദു സംഘടനകളാണ്. ഒരു വശത്ത് സംഘപരിവാർ സംഘടനകളെയും BJPയെയും ക്ഷണിച്ചാൽ അവരും പോകും. അല്ല, ക്ഷണിക്കണം എന്നാണ് ഞാൻ അതുകൊണ്ട് റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്. ദേവസ്വം ബോർഡ് എല്ലാവരെയും കൂടെ റെപ്രസെന്റ് ചെയ്യാൻ, കുമ്മനം ചേട്ടനാണ് റെപ്രസെന്റ് ചെയ്യാൻ ഏറ്റവും മികച്ചത്. കാവ്യ ഒടുക്കാത്ത സന്യാസിയാണ് കുമ്മനം ചേട്ടനെ. ജി സുധാകരൻ സാർ വരെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ജി സുധാകരൻ സാർ ദേവസ്വം ബില്ല് കൊണ്ടുവരുന്നതിന് മുമ്പ് കുമ്മനം ചേട്ടന്റെ അടക്കമുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം അന്ന് എഴുതിയെടുത്തിരുന്നു. ഇത് സുധാകരൻ സാർ തന്നെ മാതൃഭൂമിയിൽ എഴുതിയിരുന്നു. ഒരു സമവായത്തിന്റെ പാതയിൽ കുമ്മനം ചേട്ടനെ അടക്കം ഒരു പ്രാധാന്യത്തോടെ റെപ്രസെന്റേഷന് വിളിക്കുകയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം. നമ്മൾ ഈ അടികൂടി പോണ എന്തിനാണ്? ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് പ്രക്ഷോഭത്തിന് ഞാൻ പോയതാ. അവിടെ DMK ADMK ആൾക്കാർ ഒരു വണ്ടിയിൽ വന്നിറങ്ങി പ്രക്ഷോഭത്തിന് വന്നിറങ്ങി കണ്ടിട്ടുണ്ട്. തമിഴന്റെ കാര്യം വന്നാൽ അവൻ ഒരുമിച്ചാണ്. നമ്മൾ മലയാളിയും യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ശബരിമല പ്രക്ഷോഭത്തിൽ വലിയൊരളവ് വരെ പോരാടിയത്. ഒരുമിച്ച് നിന്ന് നമുക്ക് ഫൈറ്റ് ചെയ്ത് നേടാം. അതുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനം ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനുള്ള ഒരു അന്നത്തെ പോലത്തെ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന് താങ്കൾ പറയുകയാണ്. അവിടെ സർക്കാർ എന്തായാലും ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിനെ താങ്കൾ അനുകൂലിക്കുകയാണ്. അവിടെ കുറച്ച് ആചാരലംഘനം ഒക്കെ ആയാലും കുഴപ്പമില്ല എന്നും അങ്ങനൊന്നും പറയല്ലേ, അങ്ങനൊന്നും പറയരുത്. എന്റെ ഡോണ്ട് പുട്ട് വേർഡ്സ് ഇൻടു മൈ മൗത്ത്. ഗവൺമെന്റിനെ എതിർക്കാൻ ഒരു സാധാരണ അയ്യപ്പ വിശ്വാസിക്കോ NSSനോ അടക്കം പറ്റില്ല. അപ്പോ എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പോകണം. പമ്പ വരെ എല്ലാവർക്കും വരാമല്ലോ. അതുകൊണ്ട് വിശ്വാസികളെ എല്ലാം അങ്ങനെയുണ്ടോ? ഗവൺമെന്റിനെ അയ്യപ്പ വിശ്വാസിക്ക് എതിർക്കാൻ പറ്റില്ല എന്നൊന്നുമില്ലല്ലോ. അന്നത്തെ ശബരിമല പ്രക്ഷോഭ കാലത്ത് ഗവൺമെന്റിനെയാണ് അയ്യപ്പ വിശ്വാസികൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ പോകാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ CPM വിളിക്കുകയാണെന്ന് ചോദിക്കാം. അല്ലല്ലോ, നട്ടലുള്ള സംഘടനകളാണെങ്കിൽ ചോദിക്കാം.
എന്താണ് സർക്കാരിന്റെ നിലപാടെന്ന്. അല്ലല്ല, ഏത് സംഘടനയ്ക്കും ചോദിക്കാം. അല്ലല്ല, പങ്കെടുക്കുന്ന എല്ലാവർക്കും ചോദിക്കാം. അത് ചോദിക്കാനുള്ള അതിന് ആർജവം വേണം. എന്തെങ്കിലും അങ്ങനെ അക്നോളജ്മെന്റ് വരുമായിരിക്കും. അപ്പൊ ഇത് പ്രകോപനത്തിന്റെ ഭാഷയിൽ പോയിട്ട് കാര്യമില്ല. ഇപ്പൊ നേരത്തെ സി പണിക്കർ പറഞ്ഞു NSS ആണെന്ന് ഏറ്റവും ശക്തമായി നിന്നത്. ഇന്ന് സർക്കാർ വിളിക്കുമ്പോൾ ഇത്ര ഒരു വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റൂ? ശരി, ശ്രീ അങ്ങനെയുണ്ടോ? സർക്കാർ വിളിച്ചത് കൊണ്ട് മാത്രം പോയി പങ്കെടുക്കുന്നു, അങ്ങനെ ഒരു നിലപാടുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ഇത് ഒരു വൺ വേ ട്രാഫിക് അല്ലല്ലോ. സർക്കാരിനോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ നിശ്ചയമായിട്ടും ചോദിക്കാനുള്ള ഒരു റൈറ്റുമുണ്ട്. അതല്ലെങ്കിൽ സർക്കാർ പിണങ്ങും എന്ന് കരുതി അന്ന് NSS കേസിന് പോകരുതായിരുന്നു. സർക്കാരിനോട് എതിർപ്പുള്ള എന്തൊക്കെയോ വിഷയങ്ങളിൽ, ഏതെല്ലാം വിഷയങ്ങളിൽ NSS അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെയും അവർക്ക് പറയാവുന്നതാണ്. ഞങ്ങൾ ഐഡിയോളജിക്കലായിട്ട് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. ആ പൊസിഷനിൽ നിന്ന് നിങ്ങൾ മാറിയിട്ടുണ്ടോ, നിങ്ങളുടെ നിലപാട് അന്ന് ഇതായിരുന്നില്ലല്ലോ എന്ന് NSSനെ എന്നല്ല ഏത് സംഘടനയ്ക്കും ചോദിക്കാം. നമ്മുടെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. ക്ലാരിറ്റി കിട്ടാതെ അങ്ങനെ പോവുകയില്ലല്ലോ. അല്ല, അങ്ങനെ ഒരു ക്ലാരിറ്റി അങ്ങനെയാണല്ലോ, പഴയ നിലപാടല്ലല്ലോ സർക്കാരിന് ഇപ്പോഴുള്ളത്. ആചാരലംഘനം എന്നുള്ളത് സർക്കാർ ഒരു തരത്തിലും സമ്മതിക്കാത്ത കാര്യമാണല്ലോ. അതാണല്ലോ സർക്കാരിന്റെ അജണ്ടയും. ഹിന്ദു വോട്ടുകൾ എന്നുള്ള രാഷ്ട്രീയ നാടകം കൂടി ഇതിന് പിന്നിലുണ്ടല്ലോ. അല്ല, ഒരു പ്രശ്നമുണ്ട്. സർക്കാർ അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പിന്നീടുള്ള ദേവസ്വം മന്ത്രിമാർ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. മുഖ്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇനി NSSന് പ്രിവിയായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രൈവറ്റായിട്ട് കരുതേണ്ടുന്ന കാര്യമില്ല. അത് വിശ്വാസികളോടക്കം അവർക്ക് പറയാവുന്നതാണ്. കാരണം വിശ്വാസികളുടെ റെപ്രസെന്റ് ചെയ്തിട്ടാണല്ലോ അവരൊക്കെ നിന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മറുപടി പറയാം. ഒന്ന്, ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു. അതല്ലാതെ അവിടെ യുവതികൾ പ്രവേശിക്കാനായിട്ട് വരുന്ന ആൾക്കാർക്ക് സംരക്ഷണം കൊടുത്ത് അവരെ കൊണ്ടുപോകാനായിട്ട് അവർ പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട്, ശബരിമലയെ തകർക്കാൻ ആരും ശ്രമിച്ചാൽ കഴിയില്ല എന്ന്. അത് മറ്റുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. അതൊരു പാഠമായിട്ട് പഠിച്ചത് CPM ആണ്. അതുകൊണ്ടാണ് അന്ന് പല വീടുകളിലും പോയി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവർ മാപ്പ് പറഞ്ഞു എന്ന് മാധ്യമ വാർത്തകൾ വന്നത്. ഇനി അടുത്തത്, വിധിയാണ് നടപ്പാക്കിയത് എന്നും വിധി സംസ്ഥാന സർക്കാരിന് ബൈൻഡിംഗ് ആണ് എന്നും പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഡയറക്റ്റീവ് ഒന്നും തന്നെ ആ വിധിയിൽ ഉണ്ടായിരുന്നില്ല. ശബരിമല സ്പെസിഫിക് ആയിരുന്നില്ല വിധി. ഒരു നിയമത്തിലുണ്ടായിരുന്ന 3B എന്ന് പറയുന്ന, അതായത് ചില സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്കുള്ള വിലക്ക് അതില്ലാതെയാക്കുന്നു എന്നത് മാത്രമാണ്. അതല്ലാതെ ശബരിമലയിലേക്ക് ആൾക്കാരെ പ്രത്യേകിച്ച് കൊണ്ടുപോകണമെന്ന് വിധിയിൽ പറഞ്ഞിരുന്നില്ല. ഇനി സർക്കാരിന് ബൈൻഡിംഗ് ആയിട്ടുള്ള ഒരു വിധി ആ സമയത്ത് ഉണ്ടായിരുന്നു. സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് യാക്കോബൈറ്റ് പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഡയറക്റ്റീവായിട്ടുള്ള ഒരു വിധി സംസ്ഥാന സർക്കാരിന് മേൽ ഉണ്ടായിരുന്ന സമയത്ത് ആ വിധി പാലിക്കുന്നതിന് സുപ്രീം കോടതിയുടെ ഓർഡറായിട്ടും സർക്കാർ ചെയ്തില്ല. പകരം സമവായത്തിന് ശ്രമിച്ചു. ഈ സമവായം അന്ന് വിശ്വാസികളോടൊപ്പം സർക്കാർ ചേർന്ന് നടപ്പാക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് എന്ന് താങ്കൾ ഓർക്കണം. ഇനി താങ്കൾ പറഞ്ഞിരുന്ന ഒരു അനാലജി തെറ്റാണ്. കോട്ടയത്ത് വന്നിട്ട് ഒരുപറ്റം തമിഴ്നാട്ടിലെ അയ്യപ്പ വിശ്വാസികൾ ഒരു അവിശ്വാസിയുടെ പറമ്പിൽ ഭക്ഷണം പാകം ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നതും ആ വീട്ടിലെ അവിശ്വാസികൾ എല്ലാവരും കൂടി കെട്ടും കെട്ടി ശബരിമലയ്ക്ക് തൊഴാൻ പോകുന്നതും ഒരേപോലെയുള്ള കാര്യമല്ല. ചെറിയൊരു ഉദാഹരണം പറയാം. ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് ഭക്തരായിട്ടുള്ള ഹിന്ദു സ്ത്രീകൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, വെള്ളവും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന മുസ്ലിങ്ങളുണ്ട്. മഹല്ല് കമ്മിറ്റികളുടെയും മറ്റ് നേതൃത്വത്തിൽ, പള്ളികളുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെല്ലാം വന്ന് പൊങ്കാല ഇടണം എന്നതിന് അർത്ഥമില്ലല്ലോ. പിന്നെ ഒരു കാര്യത്തിൽ ശ്രീ റെജി ലൂക്കോസിന് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. കാരണം ഞാൻ ചോദിച്ചത് ബിന്ദു അമ്മണിയെ നിങ്ങൾ മുഖ്യാതിഥിയായി കൊണ്ടുവരുമോ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അവിടെ കലക്കാൻ വരുന്ന ഒരു തങ്കമ്മയും അവിടെ വരേണ്ടതില്ല എന്നാണ് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ചർച്ച തുടരേണ്ടി വരും. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സർക്കാരിന്റെ അയ്യപ്പ സംഗമം രാഷ്ട്രീയ നാടകമോ? അതേ എന്ന് 86% പ്രേക്ഷകർ, അല്ല എന്ന് 11%. വൈകിട്ട് വരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.